അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അന്നമ്മ ബെന്നി. ഡൽഹിയിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസി തന്റെ ഹൃദയം അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം തുറക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ കരളലിയിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. പ്രേക്ഷകര് ഈ സാക്ഷ്യം കേട്ട ശേഷം തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ മറുവശത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞങ്ങളുമായി പങ്കുവയ്ക്കുവാനോ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ആയിട്ട് വിവരം അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അന്നമ്മ ബെന്നിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നൊരു പൽക്കാലം ഇങ്ങനെ അരോമ ടി വിയിൽ കടന്നു വന്ന് എൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവ് സഹായിച്ച വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇന്നിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷൈനി ഡാനിയലിനെയും അതോടൊപ്പം ആരോമ ടി വിയിലുള്ള എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെയ്യുന്നു. എൻ്റെ പേര് അന്നമ്മ ബെന്നി എന്നാണ്. ഞാൻ കുടുംബമായിട്ട് ഡൽഹിയിലായിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബെന്നി എം കെ എന്നാണ്. എനിക്ക് 2 മക്കളെ കർത്താവ് ദാനമായി തന്നു. മൂത്ത മകൾ അനുഗ്രഹമോൾ ബെന്നി ഇപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്നു. മകള് +2 കഴിഞ്ഞ് ബിടെക് എഞ്ചിനീയറിങ്ങിൻ്റെ പഠനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് MBA പഠനവും പൂർത്തിയാക്കി ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 2 വർഷത്തോളമായി. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ ജോലിയോടനുബന്ധിച്ച് തന്നെ പഠിക്കുവാൻ MBA പഠനം ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. ഈ മാർച്ച് 1-ാം തീയതിയാണ് അതിൻ്റെ എക്സാം എല്ലാം പൂർത്തിയായി പഠനം പൂർത്തിയാക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചത്. രണ്ടാമത്തെ മകളുടെ പേര് ആശിഷ മോൾ ബെന്നി. മോളും +2 കഴിഞ്ഞ് ബാംഗ്ലൂരിൽ BSc നഴ്സിംഗിൻ്റെ 2ാമത്തെ വർഷത്തിൻ്റെ പഠനത്തിലേക്ക് തുടരുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ 1 മാസത്തെ അവധിയായിട്ട് സ്റ്റഡി ലീവ് ആയിട്ട് ഇവിടെ ഡൽഹിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ഞങ്ങൾ ശുശ്രൂഷയിൽ ഡൽഹിയിൽ 22 വർഷമായിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഡൽഹിയിലായിരിക്കുന്നു. എൻ്റെ ബാല്യകാലത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള മാതാപിതാക്കളിൽ ജനനം നൽകുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ മാതാപിതാക്കൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നു. എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും 4 മക്കളാണ് ഞങ്ങൾ. മൂത്ത സഹോദരിയും കുടുംബവും ഇപ്പോൾ പത്തനംതിട്ടയിൽ IPCയുടെ ചർച്ചിനോടനുബന്ധിച്ച് ശുശ്രൂഷയിൽ അവരായിരിക്കുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി കൊടുത്തു. 2 പേര് കുടുംബവും 1 മോൻ വിവാഹം കഴിക്കുവാനും ഉണ്ട്. രണ്ടാമത്തേത് എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരൻ വീട്ടിൽ എൻ്റെ പപ്പയോടും മമ്മിയോടും കൂടെയാണ്. ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരനും കുടുംബമാണ്. അവർക്കും 2 പെൺമക്കളെ ദൈവം ദാനമായി കൊടുത്തു. അവർ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. മൂന്നാമത്തേതാണ് ഞാൻ. അത് കഴിഞ്ഞ് എനിക്കൊരു സഹോദരിയാണുള്ളത്. സഹോദരി ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവര് കുടുംബമായിട്ട് ഭവനത്തിലായിരിക്കുന്നു. ഹസ്ബൻഡ് വെളിയിലാണ്. അവർക്ക് 2 മക്കളായിരുന്നു. ഒരു മോളുടെ 10ാമത്തെ വയസ്സിൽ മോള് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. ഒരു മോനെ കർത്താവ് ദാനമായി ഇപ്പോൾ ഉണ്ട്. ആ മോന് എഞ്ചിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്.
എന്റെ മാതാപിതാക്കള് ഈ ബെന്തക്കോസിന്റെ അനുഭവത്തിലേക്ക് വരാൻ കാരണം എന്റെ മമ്മിക്ക് അല്പം ശാരീരിക സുഖമില്ലാതെ ആയിരുന്ന സമയങ്ങളില് ഒരു കർത്തദാസിന് ദൈവം ദർശനം കൊടുത്ത് ഇങ്ങനെ ഈ ഭവനത്തിൽ കടന്നു ചെന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ദർശനം കൊടുത്ത് അങ്ങനെ ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനും ആ ദൈവദാസൻ കടന്നു വന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതേപോലെ പ്രാർത്ഥിച്ച വചനമൊക്കെ പിതാവിനോട് പറയുവാനും ഒക്കെ ഇടയായി. അത് കഴിഞ്ഞ് എൻ്റെ മാതാവിന് ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും അങ്ങനെ അത് ഈ വിശ്വാസം സത്യമാണെന്നുള്ളത് എൻ്റെ പിതാവ് മനസ്സിലാക്കിയിട്ട് പിതാവ് പിന്നീട് ഞങ്ങളുടെ അടുത്ത് കൊന്നപ്പാറ സഭയിൽ ചർച്ച് ഉണ്ടായിരുന്നു. ചർച്ച് ഗോഡിന്റെ ചർച്ച്, ആ ചർച്ചില് ആരാധനയ്ക്കൊക്കെ കടന്നു പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതികൂലങ്ങൾ വരുവാൻ തുടങ്ങി. അവിടെയുള്ള അച്ഛനും കപ്പിയാരും അങ്ങനെ അവിടെയുള്ള സെക്രട്ടറി അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് ഭവനത്തിൽ കടന്നു വന്ന് പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെ ബേബി നീ ഇങ്ങനെ പെന്തക്കോസ്തിന്റെ ഇതിനകത്തിൽ പോകുന്നത് ശരിയല്ല. നിങ്ങളുടെ അപ്പൻ മുഖാന്തരം ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. എൻ്റെ പിതാവ് അതിന് തയ്യാറായില്ല. കാര്യം പിതാവിന് സത്യം അത് മനസ്സിലായപ്പോൾ ഇനി ഇതിനകത്തിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് കണ്ട് പിതാവ് തുടർച്ചയായിട്ട് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ആരാധനയ്ക്കും ഒക്കെ അല്ലലിയ പോകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പോയി ഞങ്ങളുടെ ചർച്ചിൽ നിന്ന്, ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് പിതാവിന്റെ പേര് വെട്ടി ഒക്കെ മാറ്റുവാനൊക്കെ ഇടയായി. എങ്കിലും അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് ഈ വിശ്വാസത്തിൽ തന്നെ തുടരുവാൻ ഞങ്ങളെ ഒക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെയായിട്ട് ഞങ്ങള് ഇങ്ങനെ ഭവനത്തിൽ ഞങ്ങളുടെ പിതാവിന് ചെറിയ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ് ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പം വീട്ടില് എൻ്റെ പിതാവിന് ചായക്കടയൊക്കെ ചെറുതായിട്ട് നിന്നു പോകുന്ന ആ സാഹചര്യങ്ങളില് വരുമാനമൊക്കെ അങ്ങനെ കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളിൽ പിതാവിന് ഈ കൂലിപ്പണിക്കൊക്കെ പോവുകയും അതുപോലെ ഈ പാടമൊക്കെ പൂട്ടാനായിട്ട് കാളയെ ഉഴുതു പൂട്ടുന്ന ആ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ വീട്ടില് കാളയും പശുവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ വീട്ടില് നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കുടുംബം നാട്ടിലേക്ക് കടന്നു വന്ന് അപ്പം വീട്ടിൽ വന്നപ്പം ഞങ്ങളെ കാണാനായിട്ട് കടന്നു വന്ന വീട്ടിൽ വന്നപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഡൽഹിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, അന്നൊക്കെ ചെറുപ്രായത്തില് 10-16 വയസ്സുള്ള പ്രായത്തില് ഡൽഹി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്ത മനസ്സിനകത്തുണ്ടായിരുന്നു. അപ്പം ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പയോട് സംസാരിച്ചു. പപ്പ പോകോളം പറഞ്ഞു. അങ്ങനെ ആ സഹോദരിയുടെ കൂടെ ഞാൻ 17ാമത്തെ വയസ്സിൽ ഡൽഹിയിലേക്ക് വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ഡൽഹിയിൽ എന്നെ കൊണ്ടുവന്നത്, ഞാൻ അവിടെ ചെന്ന് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാണ് എന്നെ ചേച്ചി ഇവിടെ കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 88-ല് ഡൽഹിയിലേക്ക് വരുവാനും ആ ചേച്ചിയോടൊപ്പം താമസിക്കുവാനും തുടങ്ങി. അങ്ങനെ താമസിച്ച് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അവർക്കൊരു 1.5-2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ നോക്കണം എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം 5-6 വർഷത്തോളം ആ ഭവനത്തിനകത്ത് ആ കുഞ്ഞിനെ നോക്കി അവിടെ ജോലി ചെയ്ത് നിൽക്കുവാനായിട്ട് ഇടയായി. അപ്പം ജോലിയുടെ കാര്യം പറയുമ്പം പറഞ്ഞു, ഹിന്ദി ഭാഷ പഠിക്കണം, അതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടത്തില്ല, അപ്പൊ ഭാഷ പഠിക്കുന്നിടം വരെ വീട്ടിൽ നിൽക്കണമെന്ന് ഇവിടെ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത്. അങ്ങനെ 5-6 വർഷം ആ ഭവനത്തിൽ ഇങ്ങനെ ആ കുഞ്ഞിനെ നോക്കി ഞാൻ താമസിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് മോൾ ഒരു 5-6 വയസ്സായി ആ മോൾക്ക്. അപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സമയമായി. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ക്യാൻസർ രോഗത്താല് ബാധിതനായി. അങ്ങനെ ആ ക്യാൻസർ രോഗം മൂർച്ഛിച്ച് ആ ചായൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേച്ചി പറഞ്ഞു, തമ്പിച്ചായൻ ഇല്ലല്ലോ, ഇനിയും ഒരു മോളെ ഉള്ളു ഈ ചേച്ചിക്ക്. അപ്പൊ ആ മോളെ നോക്കി നീ ഇവിടെ നിൽക്കണം. ആ ചേച്ചിക്ക് അന്നേരം നേഴ്സാണ്. ആ ചേച്ചി അന്നേരം ഗൾഫിന് പോകാനായിട്ടുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കി കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് മോളെ നോക്കി സ്കൂളിലും വിട്ട് നീ ഇവിടെ നിന്നോ, സ്വന്തം വീടൊക്കെയാണ്,
അങ്ങനെ ആ വീട്ടിൽ താമസിച്ചാ മതി. ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഒരു വിവാഹമൊക്കെ ആലോചിച്ച് വിവാഹമൊക്കെ കഴിപ്പിച്ച് ഈ വീട് നിനക്ക് എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ നൽകി. അങ്ങനെ ഇരിക്കുമ്പോ ആ സമയത്താണ് എന്റെ പിതാവ് കേരളത്തിൽ നിന്നും അനിയത്തിക്ക് ഒരു ജോലി വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പിതാവും എന്റെ അനിയത്തിയും കൂടെ ഡൽഹിയിൽ എന്റെ അടുത്തേക്ക് വരുവാനായിട്ട് ഇടയായി. അപ്പൊ ഏകദേശം ഒരാഴ്ചയോളമായി അവരും വന്നിട്ട്. അങ്ങനെ ആ ചേച്ചി ഗൾഫിന് പോവുകയും ചെയ്തു. ആ പോയ സമയത്ത് പോകുന്നതിന് 2 ദിവസം മുമ്പേ ചേച്ചിയുടെ മാതാവും പിതാവും കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം സന്തോഷത്തോടെ അവിടെ ആയിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഈ ചേച്ചി ഗൾഫിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ഈ ചേച്ചിയുടെ പിതാവ് എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, "ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇറങ്ങി തരണമെന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, "അങ്ങനെ എങ്ങനെയാ അപ്പച്ചാ ഇറങ്ങി തരുന്നേ? ചേച്ചി പറഞ്ഞിട്ടല്ലേ പോയത് ഇവിടെ നിൽക്കാന്. മോളെ നോക്കി ഇവിടെ നിൽക്കണമെന്ന്. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ഇറങ്ങുന്നേന്ന് ചോദിച്ചു. "അതൊന്നും എനിക്കറിയത്തില്ല. ഇത് എന്റെ വീടാണ്. ഇറങ്ങി തരണമെന്ന്" പറഞ്ഞു. അപ്പം ഡിസംബറിലെ കൊടും തണുപ്പുള്ള സമയത്താണ്. ആ സമയങ്ങളിലൊക്കെ ഏകദേശം ആഹ് തൊ 80 92, 93 ഭയങ്കരമായ തണുപ്പാണ് ഡൽഹിയില്. മഞ്ഞും ഒക്കെ വീഴുന്ന ആ സമയമാണ്. അപ്പൊ എന്റെ പിതാവും വന്നു, അനിയത്തിയുണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ തലേദിവസം രാത്രിയില് വീട്ടിൽ വന്നേച്ച് എന്നോട് പറഞ്ഞു, "നാളെ വെളുപ്പിനെ 4 മണി 5 മുമ്പേ ഈ ഭവനത്തീന്ന് അപ്പനും 2 മക്കളും കൂടെ ഇറങ്ങിത്തരണമെന്ന്" പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ചിന്തിച്ച് കിടന്നു. അപ്പൊ അതിനിടയ്ക്ക് ഈ ചേച്ചി ഞാൻ 1, 2 കമ്പനിയിൽ ജോലിക്ക് പോയി. അപ്പം 4, 5 മാസത്തോളം ജോലിയൊക്കെ ചെയ്തു. ആ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ ചേച്ചിയുടെ കൊണ്ട് കൊടുക്കും. ഞാൻ 1 രൂപ പോലും എടുക്കത്തില്ല. ആ ചേച്ചിയാണ് എനിക്ക് വണ്ടിക്കൂലിയൊക്കെ തരുന്നത്. അങ്ങനെ ആ പൈസ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ആ ചേച്ചി എനിക്ക് ആ പൈസയും തന്നിട്ടില്ല. എനിക്ക് ആഹാരത്തിനോ ഒന്നിനും ഒരു മുട്ടില്ലാതെയാണ് ഞാൻ അവിടെ നിന്നത്. അങ്ങനെ ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ രാത്രി ഞാനിങ്ങനെ എന്റെ പിതാവിനോടും അനിയത്തിയോടും പറഞ്ഞു, "നമുക്ക് നാളെ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം. അത് ഇത്ര മണിക്ക് ആ അപ്പച്ചൻ വരും. വരുമ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം." അപ്പൊ എന്നോട് പിതാവ് ചോദിച്ചു, "എവിടെ കടന്നു പോകും? നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയാൽ എവിടെയാ പോകുന്നേ?" എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭാഷ അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, "എവിടേക്കൊന്നും അറിയത്തില്ല. നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പം ധൈര്യത്തോടെ നിൽക്കണം" എന്നിങ്ങനെ പിതാവിനോട് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ വീണ്ടും ഈ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, നാളെ വെളുപ്പിനെ 4 മണിക്ക് ഞാൻ ഗേറ്റിന്റെ അവിടെ വരുമ്പോൾ അപ്പനും 2 മക്കളും ഒരുങ്ങി അവനവന്റെ തുണി എടുത്തോണ്ട് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് രാത്രിയില് തീരുമാനിച്ചു. അന്ന് എനിക്ക് അങ്ങനെ ബാഗൊന്നുമില്ല. ഞാൻ ഈ ചേച്ചിയുടെ ബാഗാണ് എനിക്ക് തന്നത് നാട്ടീന്ന് വരാൻ നേരം ഡ്രസ്സ് വെച്ചോണ്ട് വരാനായിട്ട്. അങ്ങനെ ഞാൻ ഒരു പോളിത്തീന്റെ കവറിനകത്ത്, പ്ലാസ്റ്റിക് കവറിനകത്ത് എന്റെ തുണി എടുത്ത് വെച്ചു. അങ്ങനെ തുണിയൊന്നുമില്ല. 4, 5 ജോഡിയേ ഉള്ളൂ. അതെടുത്ത് ഞാൻ വെച്ചു. മറ്റൊന്നുമില്ല. കൂടുതൽ തണുപ്പിന്റെ ഡ്രസ്സുകളോ ഒന്നും തന്നെയില്ല. അതും എടുത്ത് വെച്ചു. എന്റെ പപ്പയുടെ ബാഗും അനിയത്തിയുടെ ബാഗും എടുത്ത് ഞങ്ങള് വെളുപ്പിനെ 4 മണിയായപ്പോൾ ഇറങ്ങാനായിട്ട് ഇങ്ങനെ തയ്യാറായിരുന്നു. അപ്പൊ അന്ന് രാത്രി കിടന്നപ്പം എനിക്കിങ്ങനെ ഉറക്കം വന്നേയില്ല. അപ്പൊ എങ്ങോട്ട് പോവും? എവിടെ പോവും? ആരുടെ പരിചയമില്ല. ഭാഷ അറിയത്തില്ല. ആരും ബന്ധക്കാരില്ല. എന്നിങ്ങനെ ഭാരപ്പെട്ടപ്പം ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വചനം വരികയാണ്. അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. പെന്തക്കോസ്ത് അനുഭവത്തിലാണ് എങ്കിലും അതുവരെ രക്ഷിക്കപ്പെടുവോ, സ്നാനപ്പെടുവോ ഒന്നും ചെയ്തിട്ടില്ല. ചെറുപ്രായത്തിലെ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ആ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആളിങ്ങനെ എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. "ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഉപേക്ഷിക്കയില്ല, നിന്നെ ഞാൻ കൈവിടുകയില്ല" എന്നൊക്കെ ഇങ്ങനെ എന്റെ ഉള്ളിനകത്ത് ഇങ്ങനെ ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് ഒന്നൂടെ ധൈര്യം വന്നു. എന്നെ ഉപേക്ഷിക്കത്തില്ല, എന്നെ കൈവിടത്തില്ല. അപ്പൊ വാക്യം ഇന്നടത്താണെന്നോ ഏതോ വാക്യമാണെന്നോ ഒന്നും എനിക്ക് അന്നേരം മനസ്സിലായില്ല. ഇങ്ങനെ വെളുപ്പിനെ 4 മണിയായപ്പോൾ ആ അപ്പച്ചൻ ഗേറ്റിൽ വന്ന് കൊട്ടി. ഞാൻ ചെന്ന് ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നപ്പോ എന്നോട് ചോദിച്ചു, "തയ്യാറായോ ഇറങ്ങാനെന്ന്?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "യെസ്, ഞാൻ തയ്യാറാണെന്ന്" പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ പിതാവും അനിയത്തിയും കൂടെ ആ വീടിനകത്തുനിന്ന് അന്ന് ഡിസംബർ മാസത്തില് ഈ വെളിയില് ഇങ്ങനെ പുറത്തിറങ്ങി എവിടെ പോണോന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അവിടുന്ന് നടന്ന് ഞങ്ങളുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു. അപ്പൊ 5 മണി 5:30 ആവും ബസ് സ്റ്റാർട്ട് ആകണമെങ്കില്, വിടണമെങ്കില്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിലിരുന്നു. 5:30 ആയപ്പം ആദ്യത്തെ വണ്ടി വന്നു. എവിടേക്കാണെന്നോ ടിക്കറ്റ് എടുക്കണമെന്നോ ഒന്നും അറിയത്തില്ല. ആ ബസ്സിൽ കയറിയിരുന്നു. എന്തോ പൈസ ഇത്ര പൈസയാ ടിക്കറ്റിനുള്ളതെന്ന് അറിയാം. സ്ഥലമൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഇത്ര രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു 3 ടിക്കറ്റ് വാങ്ങിച്ചു. അങ്ങനെ എവിടെയോ ചെന്നിറങ്ങി. ചെന്നിറങ്ങിയപ്പോ ഒരു പിടുത്തവുമില്ല, ഒരു പരിചയവുമില്ല. അങ്ങനെ അവിടെ കുറെ നേരമൊക്കെ കറങ്ങി ഇങ്ങനെ നടന്നിട്ട് ഞാൻ ഒരു ട്രാഫിക് പോലീസിനെ കണ്ടു. പോലീസിനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു,
ഞങ്ങളുടെ ഒരു ഞാൻ ഇങ്ങനെ പറഞ്ഞേ, അങ്കിളിനോട് പറഞ്ഞു, എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു സജി എന്ന് പറയുന്ന ഒരു സഹോദരൻ രാജാ ഗാർഡനിലുണ്ട്, എവിടെയാണെന്നറിയാമോ? എന്നെ അവിടെ ഒന്ന് കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു, പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല, ഹിന്ദി പറയണം, അങ്ങനെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും രക്ഷയില്ലാന്ന് കണ്ട് കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി അടിച്ച് നടന്നു. അങ്ങനെ അപ്പം രാവിലെ ഒന്നും കഴിച്ചില്ല, തലേദിവസം രാത്രിയിൽ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഇങ്ങനെ കറങ്ങുക. സ്ഥലം ഏതാന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഞങ്ങള് കിടന്ന് കറങ്ങുകയാണ്. അങ്ങനെയായിട്ട് വേറൊരു വണ്ടി വന്നു. ഏകദേശം ഒരു 10:30, 10:45, 11 മണിയോളമായി. വേറൊരു വണ്ടി വന്നു. ആ വണ്ടിയില് ഞാൻ പറഞ്ഞു, "ഇതില് നമുക്ക് കേറി വേറെ എവിടേലും കൂടെ ചെന്നിറങ്ങാം. ആരോടേലുമൊക്കെ ചോദിക്കാം, അന്വേഷിക്കാം" എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വണ്ടിയേല് കേറി എവിടെയോ കുറേ സമയം കഴിഞ്ഞിട്ട് ചെന്നിറങ്ങി. ഏകദേശം 11:30യോളമായി ആ ചെന്നിറങ്ങിയ ബസ് സ്റ്റോപ്പ്. അപ്പൊ നല്ലതായിട്ട് വിശപ്പ്. എന്റെ പപ്പയും പറഞ്ഞു, "നല്ലപോലെ വിശക്കുന്നുണ്ട് മോനെ" എന്ന് എന്നോട് പറഞ്ഞു. അനിയത്തിക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "കയ്യിൽ ഒരു 5 പൈസ പോലും കയ്യിലില്ല." പപ്പയുടെ ഇരുന്ന പൈസയാണ് ആ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ നടന്നത്. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഇനി മുന്നോട്ട് പോയാൽ അല്ലല്ലോ ഒന്നും ഒക്കത്തില്ല. അതുകൊണ്ട് ഇനി ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഇവിടെ 3 പേരും കൂടെ മരിക്കണം എന്നുള്ള തീരുമാനം ഉള്ളിനകത്തേക്ക് കടന്നു വരുവാനായിട്ടിടയായി. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ കുറെ നേരം ഇരുന്നു. കുറെ നേരം ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ തന്നെ, അന്നും ദൈവത്തോട് അത്രയും അടുപ്പമോ അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുമോ ഒന്നും ഉള്ള ഒരു ഇതൊന്നും എന്റെ ഹൃദയത്തിനകത്തേ ഇല്ല. അങ്ങനെ അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കുറെ നേരം കഴിഞ്ഞപ്പം എന്റെ പപ്പ പറഞ്ഞു, "എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു മോനെ. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല" എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, "എനിക്കും ഉണ്ടപ്പാ വിശപ്പ്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് മരിക്കാം" എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 3 പേരും മരിക്കാനായിട്ട് തന്നെ സഹോദരിയും പപ്പയും ഞാനും തയ്യാറായി ആ ബസ് സ്റ്റോപ്പിനകത്ത്. അപ്പൊ അവിടെ 2 ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു ബസ് സ്റ്റോപ്പിലാണ് ആൾക്കാര് വന്ന് വരുന്നതും ബസ് നിർത്തുന്നതും എല്ലാം. മറ്റേ ബസ് സ്റ്റോപ്പ് പഴയതാണ്. അവിടെ ആരും വരത്തില്ല. ആരും അവിടെ വന്ന് നിന്ന് ബസ് കയറത്തുമില്ല. അപ്പൊ ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ദൂരേന്ന് ഒരു ആപ്പിളും കൊണ്ട് റേഡിക്കാരൻ വരുന്നത് കണ്ടിട്ട് ഞാൻ പപ്പയോട് പറഞ്ഞു, ഇത് നമുക്ക് 2 എണ്ണം വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് 3 പേർക്കൂടെ മരിക്കാം. ഇനിയും വരുന്ന വാഹനത്തിന്റെ മുൻപിൽ നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് എടുത്ത് ചാടുക. ഉടനെ നമ്മൾ മരിച്ചോളും. പിന്നെ അത് ബാക്കി എന്താന്ന് വെച്ചാ അത് ഇവിടുത്തുകാരെന്തേലും ചെയ്തോളും" എന്നിങ്ങനെ ഞാനിങ്ങനെ പപ്പയോട് പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ധൈര്യപ്പെട്ട് ഇങ്ങനെ നിന്നു. ഇങ്ങനെ നിന്നപ്പോ ആ ആപ്പിളുകാരൻ അടുത്ത് വന്നു. ഞാൻ 5 രൂപ കൊടുത്തിട്ട് ഒരാപ്പിളേ കിട്ടിയുള്ളൂ. 5 രൂപയെ അന്നേരം കയ്യിലുള്ളൂ. എല്ലാ പൈസയും അങ്ങനെ തീർന്നു. വേറെ പൈസയൊന്നും പപ്പയുടേലുമില്ല, എന്റേലുമില്ല. പപ്പ വന്നത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയോടാണ് പപ്പ വന്നത്. ആ സാഹചര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളായിരുന്നു. അങ്ങനെ 5 രൂപ കൊടുത്ത് ഞാനൊരു ആപ്പിൾ വാങ്ങിച്ചിട്ട് ആ ആപ്പിൾ ഇങ്ങനെ പൊട്ടിച്ച് ഞങ്ങള് 3 പേരും കൂടെ കഴിച്ചു. കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, "ഇനി ഏത് വണ്ടി വരുന്നോ അതിന്റെ മുൻപില് 3 പേരും കൂടെ കൈ കോർത്ത് പിടിച്ച് എടുത്ത് ചാടുക" എന്ന് പറഞ്ഞു. "ഓക്കേ" എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഞങ്ങള് 3 പേരും കൂടി ഇരുന്നു. ആ ഇരുന്ന സമയത്ത് ദേവദാസിനെ ഒരു വാഹനവും അവിടേക്ക് വന്നില്ല. അതുവരെ തെരുതെരാന്ന് വന്നോണ്ടിരുന്ന ആ റോഡില് ആ സമയത്ത് ഒരു വാഹനവും വരുന്നില്ല. സ്കൂട്ടറും ഇങ്ങനെ സൈക്കിൾ റിക്ഷയും ഒക്കെയാണ് വരുന്നത്. അതിന്റെ മുമ്പിൽ ചാടിയാൽ നമ്മൾ ചാകത്തില്ലല്ലോ. വല്ല ബസ്സോ അങ്ങനെ വല്ല ട്രക്കോ ഒക്കെ വന്നാലല്ല നമുക്ക് എടുത്തിയാടി ചാകാൻ പറ്റുള്ളൂ. ജീവൻ വേണ്ട രണ്ടാമത് എന്നുള്ള ചിന്തയാണ്. അപ്പൊ അങ്ങനെയുള്ള വാഹനത്തിന് മുൻപിൽ വേണം എടുത്ത് ചാടാൻ. അങ്ങനെ ഇരിക്കുമ്പം ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുനിന്ന് ഒരു പൊക്കം കുറഞ്ഞ ഒരു സഹോദരി, ഒരു ഹിന്ദുവാ, ഒരു സഹോദരി ഞങ്ങളുടെ അടുത്തേക്ക് വരുവാ. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നിന്നു. നിന്നപ്പം ചോദിച്ചു, "നിങ്ങൾ മലയാളിയാണോ?" എന്ന് ആ സഹോദരി ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, "നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? നിങ്ങൾക്ക് എന്നാ ഇവിടെ കാര്യം?" എനിക്ക് അന്നേരം ഉള്ളിലല്ലേ ഈ മരിക്കണം എന്നുള്ള ചിന്തയല്ലേ ഞങ്ങളുടെ. അപ്പൊ ഇനി ഒരു ആ വ്യക്തിയുമായിട്ട് സംസാരിക്കണ്ട എന്നുള്ള മനോഭാവം ഒക്കെ മനസ്സിനകത്ത് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, "നിങ്ങൾക്ക് എന്നാ ഇവിടെ കാര്യം? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ വന്നതല്ലേ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോ" എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഷൗട്ട് ചെയ്തു. അവരെന്നിട്ട് പറഞ്ഞു, "അയ്യോ, നിങ്ങൾ മലയാളികളാന്നും കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഒന്ന് സംസാരിക്കാമെന്നും കണ്ടാ വന്നേന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, "നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന്" പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, "ഞാന് ഇന്ന് രാവിലെ ഒരുങ്ങി വീട്ടിൽ" ഒരു ഹിന്ദു സഹോദരിയാ പക്ഷേ, പൊക്കമൊക്കെ കുറഞ്ഞ്, എനിക്ക് ഇന്നും ആ സഹോദരിയെ നല്ലായിട്ട് ഓർമ്മയുണ്ട്, ആ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, "ഞാൻ ഇന്ന് രാവിലെ ഒരുങ്ങാൻ തുടങ്ങിയപ്പം" ഹിന്ദു സഹോദരിയോട് നോക്കിക്കേ, എന്നോട് ആരോ പറയുകയാണ്, "ഇന്ന് ഉച്ചയ്ക്ക് ഹാഫ് ഡേയ്ക്ക് ഡ്യൂട്ടിക്ക് ചെന്നാ മതിയെന്ന്, പോയാ മതിയെന്ന്."
അങ്ങനെ അവര് വേഗം ആ ഡ്രസ്സെല്ലാം മാറി അവരുടെ പല ജോലികളൊക്കെ ചെയ്തിട്ട് അവര് 11 മണിയായപ്പോ ഹാഫ് ഡേ ജോലിക്ക് കയറാനായിട്ട് അവര് ബസ് സ്റ്റോപ്പിൽ വന്നതാ. ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നുടനെ ഇവരോട് പറഞ്ഞു, പിന്നെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പോവരുത്. ഇവിടെ നിക്കണമെന്ന്. ആ ബസ് സ്റ്റോപ്പിൽ നിക്കണമെന്ന്. അങ്ങനെ അവര് ആ ബസ് സ്റ്റോപ്പിൽ നിന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്താ സംഭവം എന്നൊന്നും. ഒരു ഹിന്ദു സ്ത്രീയല്ലേ, അവർക്കറിയത്തില്ലല്ലോ. അപ്പൊ ഇവരവിടെ നിന്നു. അപ്പൊ ഇവരിങ്ങനെ ചിന്തിച്ച് എന്താ കാര്യം? ഇങ്ങനെ എന്റെ മനസ്സിനകത്ത് എന്താ വരുന്നേന്ന് കണ്ട് ഇങ്ങനെ ചിന്തിച്ചപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുന്നെ കണ്ട് ആരോ ഇവരോട് പറഞ്ഞു, ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഞങ്ങടെ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, "മലയാളിയല്ലേ 3 പേരും?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "മലയാളിയാ." ഞാൻ ചോദിച്ചു, "ചേച്ചി മലയാളിയല്ലേ?" അന്നിട്ടും പറഞ്ഞു, "ആ മലയാളിയാന്ന്" പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, "എന്തിനാ ഇവിടെ ഇരിക്കുന്നേന്ന്?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതാ." അപ്പൊ ചോദിച്ചു, "ഇവിടെ അല്ലല്ലോ ബസ് വരുന്നത്. അവിടെയല്ലേ ബസ് വരുന്നേ. വന്ന് കേറണമെങ്കിൽ ബസ്സിനില്ല അവിടെ വന്ന് കേറണം. ഇവിടെ ബസ് നിർത്തത്തില്ലെന്ന്" പറഞ്ഞു. ഞാൻ പറഞ്ഞു, "ചേച്ചി ബസ്സിന് പോകാനല്ല. വെറുതെ കുറച്ച് സമയം ഇവിടെ ഇരിക്കാമെന്നും കണ്ട് ഞങ്ങള് മാറിയിരുന്നതാണ്." അന്നേരം അവര് ഉടനെ പറഞ്ഞു, "അല്ല, എനിക്ക് മോളെ കണ്ടിട്ട് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നെന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, "ചേച്ചി, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാൻ തയ്യാറാണോ?" എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, "അത് പറ, എന്താന്ന് പറ, ഞാൻ കേൾക്കാൻ തയ്യാറാന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഇറക്കി വിട്ട ചരിത്രങ്ങളെല്ലാം, അവിടെ കറങ്ങി നടന്ന ചരിത്രങ്ങളെല്ലാം ആ ചേച്ചിയോട് ഞാന് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞേച്ച് ആ ചേച്ചി ഉടനെ തന്നെ ആ ചേച്ചി തന്നെ ഞങ്ങടെ ബാഗും എടുത്ത് എന്റെ പോളിത്തീൻ കവറും ആ ചേച്ചി തന്നെ പിടിച്ചു. ഞങ്ങളെ 3 പേരെയും കൂടെ ഒരു സൈക്കിൾ റിക്ഷ വിളിച്ച് ഞങ്ങളെ ഇരുത്തി ആ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവര് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ആ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞങ്ങൾ ഇരുന്നു. ഇരുന്നപ്പോ ഇങ്ങനെ എന്നോട് പറഞ്ഞു, "എന്താണ് കാര്യം? ഇങ്ങനെ മരിക്കുന്ന എന്തിനാണ്? ജീവിക്കണ്ടേ?" എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "ചേച്ചി ഇനിയും ഒന്നും താല്പര്യമില്ല ജീവിക്കണമെന്ന്." അപ്പൊ ഈ പോന്ന പോക്കില് ഒരു ശബ്ദം എന്റെ ഉള്ളിൽ വരികയാണ്, "ഞാൻ ഇനിയും മരിക്കയില്ല. ഞാൻ ഈ എന്നെ ഇറക്കി വിട്ടവരുടെ മുൻപിൽ ഈ ഡൽഹിയുടെ പട്ടണത്തിനകത്ത് അവരുടെ മുൻപിൽ ഞാൻ ജീവിച്ച് കാണിക്കും" എന്നുള്ള ഒരു ധൈര്യം, ഒരു ശബ്ദം പോലെ എന്റെ ഉള്ളിനകത്ത് ഇങ്ങനെ പൊങ്ങി വന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം പൈസയൊന്നും കയ്യിലില്ലല്ലോ. ഞങ്ങക്ക് നാട്ടിലേക്ക് പോണമെങ്കിലും ആരേലും ടിക്കറ്റിന് പൈസ തന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ എന്റെ പപ്പയോട് ഞാനിങ്ങനെ പറഞ്ഞു, "നമുക്ക് പോണേലും ടിക്കറ്റിന് പൈസ വേണല്ലോ അപ്പാ." അപ്പം നാട്ടിൽ ഇതൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ഈ സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അന്നങ്ങനെ ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. എഴുത്താണ്. ഇല്ലെങ്കിൽ എഴുത്തെഴുതി വിടുകയാണ്. അങ്ങനെ ഇരുന്നപ്പം ഞാൻ എന്റെ മനസ്സിനകത്ത് ചിന്തിച്ചു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, "ചേച്ചി, ചേച്ചി ജോലി ചെയ്യുന്ന കമ്പനിയില് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് വാങ്ങിച്ചു തരാമോ?" എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, "ഞാൻ ഇങ്ങനെ മെഡിസിൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നെ. റാൻബാക്സി എന്നാണ് അതിന്റെ പേര്. അവിടെ അങ്ങനെ എന്താ ജോലിയൊക്കെ വേണമെങ്കില് നല്ല പഠിത്തവും അതുപോലെ നല്ല അറിവും ഭാഷയും ഒക്കെ അറിയണമെന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, "ചേച്ചി, എനിക്ക് ആ ജോലിയൊന്നും വാങ്ങിച്ചു തരണ്ട. ഞാൻ അവിടെ ബാത്റൂം തൂത്തുവാരാന് ഒക്കെ കഴുകാനും തൂക്കാനും തുടയ്ക്കാനും ഒക്കെയുള്ള ജോലി എനിക്ക് മതി. 1 മാസത്തേക്കിന് മാത്രം മതി. 1 മാസത്തെ ശമ്പളം കിട്ടി ഞങ്ങള് ടിക്കറ്റ് എടുത്ത് നാട്ടിലങ്ങ് പൊക്കോളാം" എന്നിങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, "ഞാൻ ഏതായാലും നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്ക്. ഭക്ഷണമൊക്കെ കഴിച്ച്" ഞങ്ങൾ അന്ന് അവിടെ ഇരുന്ന് ചേച്ചി അന്ന് അവധി എടുത്തു. പിറ്റേ ദിവസം രാവിലെ ചേച്ചി ഞങ്ങൾക്ക് ആഹാരം എല്ലാം ഉണ്ടാക്കി തന്നു. അപ്പം ചേച്ചി കമ്പനിയിൽ ചെന്ന് ഇതുപോലെ ചോദിച്ചു, എന്തെങ്കിലും ഒരു ജോലി ഒരു പെണ്ണുണ്ട്, കൊടുക്കാൻ പറ്റുമോന്ന്. അവിടുത്തെ ചേച്ചി പഴയ ആളാണ് അവിടുത്തെ. അപ്പൊ ആ സൂപ്പർവൈസർ അവിടെ ചോദിച്ചു പറഞ്ഞു, കൊണ്ടുവാ നോക്കാമെന്ന്" പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു, ഇതുപോലെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്ത് ജോലിയാണേലും ഞാൻ ചെയ്യാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഞാൻ ചെന്നപ്പം അവര് എന്നെ ഇന്റർവ്യൂ ചെയ്തു. ഭാഷ അറിയത്തില്ല. ഈ ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ചേച്ചി പറഞ്ഞു, "എന്തെങ്കിലും ഒരു ജോലി കൊടുക്ക് സാറേ. അവിടെ ജോലി ചെയ്തോളും. എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പെണ്ണാണ്. ജോലി കൊടുക്കാൻ" പറഞ്ഞു. അങ്ങനെ എനിക്കവിടെ ഈ കൺവേയറിൽ കൂടെ ഈ മരുന്നൊഴിക്കുന്ന കുപ്പി വരും. ആ കുപ്പിയേൽ ഇങ്ങനെ ലേബൽ ഒട്ടിച്ച് ഈ കൺവേയറിൽ കൂടെ വിട്ടാ മതി. അപ്പൊ ഓരോ കുപ്പിയേലും ഈ ലേബൽ ഒട്ടിച്ച് വിടണം. എന്നെ അത് കാണിച്ച് കുറെ നേരം ചേച്ചി കാണിച്ച് പഠിപ്പിച്ചെന്നെ. ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ തിരിച്ച് വൈകിട്ട് ഞാനും ചേച്ചിയും കൂടെ വീട്ടിൽ വന്നേച്ച് ഇങ്ങനെ ചേച്ചിയോട് പറഞ്ഞു, "ചേച്ചി ഒരു കാര്യം ചെയ്യ്. ആ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി ഈ എന്റെ പപ്പയ്ക്കും അനിയത്തിക്കും ടിക്കറ്റ് എടുക്കാനുള്ള പൈസ താ. ഞാൻ ജോലി ചെയ്ത ആ പൈസ ചേച്ചിക്ക് അടുത്ത മാസം അങ്ങ് തരാം. അവർക്കൊരു ടിക്കറ്റ് എടുത്ത് അവരെ അങ്ങ് നാട്ടിലേക്ക് അയക്കാമെന്ന്" പറഞ്ഞു. അപ്പൊ ഓക്കെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 2 പേർക്കും കൂടെ 900 രൂപ തന്നു. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് പപ്പേനെയും അനിയത്തിനെയും കൂടെ ഞാൻ നാട്ടിലേക്ക് കയറ്റി അയച്ചു. അപ്പൊ എന്റെ പപ്പ എന്ത് ചെയ്താ എന്നെ ഇവിടെ തന്നെ നിർത്തത്തില്ല. പപ്പയുടെ ഹൃദയത്തിനകത്ത് വന്നു, ഞാൻ മരിക്കുമെന്നുള്ളത് പറയുകയും ചെയ്തല്ലോ. അപ്പം ഇവള് മരിച്ചു പോകും.
അതുകൊണ്ട് ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞു. തന്നെ നിൽക്കണ്ട, പോകാം, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടിക്കറ്റിലും മതി, എങ്ങനെയും നമുക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ലപ്പാ, എന്നെ ഇവരുടെ മുൻപിൽ എനിക്ക് ജീവിക്കണം, ഞാൻ ജീവിച്ച് കാണിക്കും എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അപ്പാ പേടിക്കണ്ട, അപ്പാ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും നാട്ടിലേക്ക് കടന്നുപോയി. ഞാൻ അവിടെ അങ്ങനെ ജോലി ചെയ്തു. ഏകദേശം 3-4 മാസം അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ശമ്പളം കിട്ടി. ചേച്ചിയുടെ ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പം വേറെ ഒരു അവിടെ തന്നെ ജോലി ചെയ്ത ഒരു സഹോദരി, അപ്പൊ ഈ ചേച്ചിയുടെ ഫാമിലി 2 മക്കളും ഹസ്ബൻഡും നാട്ടിലാണ്. അവര് തിരികെ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മാറണമല്ലോ. അങ്ങനെ വേറൊരു കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ലിസി എന്ന് പറയുന്ന ഒരു സഹോദരി. ഞാൻ അവളോട് ഇങ്ങനെ സംസാരിച്ചു. നീ താമസിക്കുന്ന ഇടത്ത് എനിക്കൂടെ താമസിക്കാൻ ഒരു അവസരം ഒരുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞാൻ എൻ്റെ ആങ്ങളയുടെയും നാത്തൂന്റെയും കൂടെ താമസിക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്ത് ഞങ്ങളുടെ അപ്പുറത്തെ മുറിയിൽ തന്നെ വേറെ 2-3 കാത്തോലിക്ക് പിള്ളേര് താമസിക്കുന്നുണ്ട്. ഞാൻ അവരോടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരി അവിടെ ചെന്നു. സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതിനെന്നാ കൊണ്ടുവാ, നമ്മള് വാടകയ്ക്കല്ലേ താമസിക്കുന്നേ. അപ്പം ഒരാളുടെ കൂടിയാ വാടകയ്ക്ക് അത്രയും ഒരു പ്രയാസം കുറയുമല്ലോ. അങ്ങനെ അവിടെ എന്നോട് വന്നു പിറ്റേ ദിവസം പറഞ്ഞു, പോരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ചേച്ചിയോട് സന്തോഷത്തോടെ അവിടുന്ന് ഇറങ്ങി. ഞാൻ ഈ സഹോദരിയുടെ കൂടെ ആ വീട്ടിൽ ചെന്ന് അവരുടെ കൂടെ ഞാൻ താമസിക്കാനായിട്ട് ഇടയായി. അപ്പോഴൊന്നും ദൈവത്തോട് അത്ര അടുപ്പമോ ഇത്രയും എനിക്ക് ചെയ്തു തന്ന ദൈവത്തോട് നന്ദിയോ ഒന്നും എനിക്ക് അന്നേരം ഇല്ല. കാര്യം വചനം എനിക്ക് അന്ന് അറിയത്തില്ല. അങ്ങനെ ബൈബിള് വായിക്കും, സങ്കീർത്തനമേ വായിക്കത്തുള്ളൂ, മറ്റൊന്നും അറിയത്തില്ല. അങ്ങനെ പള്ളിയിൽ അങ്ങനെ പോകാറില്ല. സൺഡേയിലൊക്കെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് അങ്ങ് നടന്നു. അങ്ങനെ അവിടെ ചെന്നു. ആ സഹോദരിമാരോടൊപ്പം ഞാൻ താമസിച്ചു. താമസിച്ചു കഴിഞ്ഞ് കുറച്ച് നാള് ജോലി എനിക്ക്, പിന്നെ ആ റാൻഫാക്സിന്ന് ജോലി എൻ്റെ പോയി. അത് കഴിഞ്ഞ് ഞാനൊരു എക്സ്പോർട്ട് കമ്പനിയിലെ തുണിയേല് നൂല് കട്ട് ചെയ്യുന്ന ജോലി എനിക്ക് കിട്ടി. ഞാൻ അങ്ങനെ 6-7 മാസം അവിടെ ആ കമ്പനിയിൽ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം ഒനിഡയുടെ ടിവിയുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവിടെ ഇത് കൊടുത്തു, ലെറ്റർ കൊടുത്തു. അങ്ങനെ കൊടുത്ത് അവിടെ എനിക്ക് ഇന്റർവ്യൂവിന് ഞാൻ പാസ്സായി. എനിക്ക് അവിടെ ഒനിഡ കമ്പനിയിൽ അന്നേരം ജോലി ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജോലിയൊക്കെ പോയി. അവിടെ ഇച്ചിരൂടെ ശമ്പളമൊക്കെ അന്ന് ഒനിഡ കമ്പനി എന്നൊക്കെ പറഞ്ഞ വലിയ കമ്പനിയാണ്. അങ്ങനെ അവിടെ എനിക്ക് ഇച്ചിരൂടെ ശമ്പളമൊക്കെ കിട്ടി. ഞാൻ അങ്ങ് വലിയ അങ്ങ് സന്തോഷമൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു. കൂടുതൽ ഒന്നുകൂടെ ദൈവത്തെ അങ്ങ് മറക്കുവാനിടയായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരുങ്ങി. അന്നേരം എനിക്ക് ലേറ്റ് ആയിട്ടാ ഞാനന്ന് പോയത്. അപ്പൊ എനിക്ക് അന്നും ആഭരണത്തോടുള്ള ജാഗ്രതയൊന്നുമില്ല. ഡ്രസ്സൊക്കെ എനിക്ക് ധരിക്കണം, പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങണം എന്നുള്ള ചിന്തയും മനോഭാവവും ഒക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ചേരുന്ന ഡ്രസ്സുകൾ മാത്രം, തണുപ്പിൻ്റെതാണേലും ചൂടിൻ്റെതാണ്, അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഞാൻ ധരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയി. അപ്പൊ ഈ ഒനിഡ കമ്പനി കയറുന്നതിന് മുമ്പേ ഈ ഓക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എക്സ്പോർട്ട് കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രാവിലെ ജോലിക്ക് പോയപ്പോള് എനിക്ക് റോഡ് ക്രോസ് ചെയ്തേച്ച് വേണം ഇപ്പുറത്തോട്ട് കമ്പനിയിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ഈ കമ്പനിയിൽ ഞാൻ പോയി പോകാനായിട്ട് രാവിലെ ഒരുങ്ങി എല്ലാരും പോയി. അന്ന് ലേറ്റ് ആയിട്ടാ പോകുന്നത്. പോയ സമയത്ത് ഞാനിങ്ങനെ ക്രോസ് ചെയ്യും നോക്കുമ്പം ഒരു വണ്ടി പോലും അവിടെ എങ്ങുമില്ല. കാര്യം റെഡ് ലൈറ്റ് ആണ്, വാഹനം വരാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തപ്പം ഒരു സ്കൂട്ടർ വന്ന് എന്നെ ഇടിച്ച് താഴെയിട്ടു. താഴെയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം മുഖവും മുടിയൊക്കെ മുറിച്ചും നല്ല ഫാഷനിലൊക്കെ ആ സമയത്ത് നടക്കുന്ന സമയമാണ്. അങ്ങനെ വന്ന് ഈ സ്കൂട്ടർ എന്നെ ഇടിച്ച് താഴെയിട്ടു. താഴെയിട്ട് എൻ്റെ മുഖം മുഴുവനും തൊലിയെല്ലാം പോയി, ചോരയൊക്കെ ഒലിക്കുവാനായിട്ട് ഇടയായി. ആരും എന്നെ എടുക്കാനില്ല. അപ്പൊ ഒരു വാഹനം പോലും അവിടെ വരുന്നില്ല. അതിന്റെ തൊട്ടപ്പുറത്താണ് ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹം ഓടി വന്ന് എന്നെ എടുത്ത് സൈഡിൽ കിടത്തി. അപ്പൊ പുള്ളിക്കാരനും പറയുന്നുണ്ട്, റെഡ് ലൈറ്റ് ആണല്ലോ, പിന്നെ ഈ വാഹനം എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ലല്ലോ. ആ വാഹനം വിട്ടു പോവുകയും ചെയ്തു, നിർത്തിയില്ല. അങ്ങനെ ഈ പോലീസുകാരന് എന്നോട്, അപ്പൊ എനിക്ക് ഉള്ളിൽ ബോധമുണ്ട് ഞാൻ ഇന്നടത്താ താമസിക്കുന്നേ, ഇന്ന വീടാന്നൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞ് ഈ പോലീസുകാരൻ എന്നെ അവിടുന്ന് എടുത്ത് ഒരു സൈക്കിൾ റിക്ഷയിൽ ഇരുത്തി. കൈയൊക്കെ പൊട്ടി, മുഖമൊക്കെ ആകെ വികൃതമായി, മുഖത്തൊന്നും തൊലിയൊന്നും ഇല്ലാത്ത രീതിയിലായി. എങ്ങനെ സംഭവിച്ചെന്ന് പോലും എനിക്ക് ഇന്നും അറിയത്തില്ല പാസ്റ്ററെ, ആ സംഭവം നടന്നത്.
അങ്ങനെ പോലീസുകാരൻ എന്നെ കൊണ്ടുപോയി ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഇങ്ങനെ മുഖമെല്ലാം പഞ്ഞി വെച്ച്, ബ്ലഡ് എല്ലാം കളഞ്ഞ് പഞ്ഞിയെല്ലാം വെച്ച് ഒട്ടിച്ച്, അല്ലല്ലേ മുഴുവൻ പഞ്ഞിയാണ് മുഖത്ത്. അല്ലാതെ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇനിയും 2, 3 മാസം നീ കണ്ണാടിക്കകത്തൊന്നും നോക്കരുത്. റൂമിന് വെളിയിൽ ഇറങ്ങല്ല്. നിന്നെ കാണുന്നവര് പേടിക്കും, ഭയപ്പെടും. അതുകൊണ്ട് നിന്റെ രൂപം ആരും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ്, ആ പോലീസുകാരൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി. ചാവി ഉണ്ടായിരുന്നു കയ്യില്. കതക് തുറന്നു. ഞാനിങ്ങനെ കിടന്നു. വൈകിട്ട് സഹോദരിമാര് വീട്ടിൽ വന്നപ്പം ഇങ്ങനെ സംഭവം നടന്നത് ഞാൻ പറഞ്ഞു. അവര് കണ്ടു. വളരെ ഭയപ്പെട്ടു പോയി. അങ്ങനെ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് അവരെന്നെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം 2, 3 മാസം വെളിയിൽ ഇറങ്ങല്ല. അതുപോലെ ഉള്ള മുഖമൊക്കെ വികൃതമായല്ലോ. അപ്പൊ ഞാനിങ്ങനെ 2, 3 ആഴ്ച ഇങ്ങനെ ഞാൻ തന്നെത്താനെ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നപ്പോ ഞാൻ ഇങ്ങനെ ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ്, എന്റെ കർത്താവേ, അന്ന് എന്റെ ജീവിതം അങ്ങ് അവസാനിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടങ്ങളിലൂടെ ഒന്നും കടന്നു പോകേണ്ടതായിരുന്നല്ലോ, ഇല്ലല്ലോ. എന്താണ് എന്നെ അന്ന് അനുവദിക്കാഞ്ഞത്? എന്താണ് എന്നെ കൊണ്ട് ഉദ്ദേശം? എന്താ അപ്പാ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ഉള്ളിനകത്ത് എനിക്ക് ഭയങ്കരമായ വിഷമം കടന്നു വരാനായിട്ട് ഇടയായി. അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ തീരുമാനിച്ചു, ഇനി ഞാൻ കർത്താപ്പച്ച എന്റെ ഈ മുഖം പഴയ മുഖം പോലെ എനിക്ക് തന്നാൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കും എന്നിങ്ങനെ ഞാൻ ഒരു ഉറപ്പ് അതിൽ കൊടുക്കുവാനിടയായി. അങ്ങനെ ഇരുന്ന് ഒരു 2, 3 ദിവസം കഴിഞ്ഞപ്പം എന്റെ ആ മുഖത്തിന്റെ അപ്പൊ ഞാനിങ്ങനെ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ ഭയമായി മുഖത്തിന്റെ ഈ വികൃത രൂപം കണ്ടിട്ട്. അപ്പോഴാണ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചേ. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അവരിങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇനിയും ജീവിച്ചു കൊള്ളാം. ഇനി ഞാൻ പള്ളിയിൽ പൊക്കോളാം. കർത്താവ് പറയുന്ന അനുസരിച്ചോളാം എന്നിങ്ങനെയൊക്കെയുള്ള തീരുമാനമെടുത്ത് നിന്ന് ഒരാഴ്ചയൂടെ കഴിഞ്ഞപ്പം ആ മുഴുവൻ പാടും എന്റെ മുഖത്ത് ഇപ്പം നോക്കിയാലും ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ എന്റെ മുഖത്തെ ആ പഴയ രൂപം തന്നെ എനിക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് ഇടയായി ദൈവദാസനെ. അങ്ങനെ ഞാന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. അന്ന് മുതൽ ഞാന് അവിടെയുള്ള കാൽക്കാജി ചർച്ചില് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആന്റി വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും പോകത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആന്റിയുടെ കൂടെ അവിടെ ആരാധനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അവിടെ ചെന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ 1994 സ്നാനപ്പെട്ടു. 94 സെപ്റ്റംബർ 5 ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ പിന്നാണ് എനിക്ക് ഒരിടയിൽ ജോലി കിട്ടിയത്. അങ്ങനെ ഞാന് ദൈവസന്നിധിയില് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി. അങ്ങനെ പോയി ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞ് അവിടുന്ന് ആരാധനയൊക്കെ കൂടി. അന്നേരമൊക്കെ എനിക്ക് എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് ഭയങ്കര കോപിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ആ സ്വഭാവം തന്നെ എന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആരും പറയുന്നത് അനുസരിക്കത്തില്ല, ആരും പറയുന്നത് കേൾക്കത്തില്ല. എന്റെ ഇഷ്ടം, ഞാൻ എന്ത് പറയുന്നു അതാണ് ശരി, ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ശരി എന്നൊക്കെയുള്ള ചിന്തയും മനോഭാവവും ഒക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് അന്നേരം 27 വയസ്സോളം ആയി. അങ്ങനെ ഞാൻ ആ ചർച്ചിൽ നല്ല ആക്റ്റീവായിട്ട് ദേവദാസിന്റെ ചർച്ചിൽ ആക്റ്റീവായിട്ട് നിന്നു. എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പോഴെല്ലാം എന്നോട് പറയും, നിന്റെ കോപം മാറ്റണം, നിന്നെ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറയും. അന്നേരം ഞാൻ ദേവദാസിനോട് പറയും, അതൊന്നുമില്ല പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ 27 വയസ്സായപ്പം ഈ ദേവദാസിന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, 27 വയസ്സായില്ലേ, ഇനിയും വിവാഹമൊക്കെ കഴിയണ്ടേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വിവാഹം വേണ്ട. ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഞാൻ ദേവദാസിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു വിവാഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, ഇല്ലില്ല പറ്റത്തില്ല, അങ്ങനെ തന്നെ ജീവിക്കുന്നത് ശരിയല്ല, ദൈവമക്കളാണ് നമ്മള്, നമുക്ക് ബൈബിളിനകത്ത് വചനമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, പാഷേ എങ്കിൽ പാഷ് ആലോചിച്ചോളാൻ പറഞ്ഞു. എന്റെ വീട്ടുകാർ ആലോചിക്കത്തില്ല. കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിവാഹത്തിന്റെ കാര്യമൊന്നും എന്റെ പാപ്പയൊന്നും അതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഈ ദേവദാസൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പാഷേ വിവാഹം ആലോചിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ ആദ്യം വരുന്ന ആ ചെറുക്കന്റെ മുൻപിലല്ലാതെ രണ്ടാമതൊരു ചെറുക്കന്റെ മുൻപിൽ ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആദ്യം വരുന്ന ചെറുക്കൻ എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് രണ്ടാമത് വിവാഹം ആലോചിക്കലെന്ന് പറഞ്ഞു. അപ്പോഴും ആ കോപത്തിന്റെ ആ സ്വഭാവം ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയും പറഞ്ഞു, സ്ത്രീധനം ഒന്നും കൊടുക്കാനില്ല, സ്ത്രീധനം വാങ്ങാത്ത ഒരു ചെറുക്കനെ വേണം എനിക്ക് കെട്ടാൻ, അതുപോലെ പാസ്റ്റർമാരെ എനിക്ക് വേണ്ട, ഞാൻ പാസ്റ്റർമാരെയും കല്യാണം കഴിക്കത്തില്ല, ഇങ്ങനെയുള്ള വ്യവസ്ഥയൊക്കെ ദേവദാസിന് കൊടുത്തു. അപ്പം ദേവദാസൻ പറഞ്ഞു, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, നീ തയ്യാറായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ വെച്ചപ്പം ഞങ്ങളിങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയും ഞാൻ അങ്ങനെ അവധി എടുക്കുകയും പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു, ഒരു വിവാഹാലോചന നിനക്ക് വന്നിട്ടുണ്ട്,
അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നാളെ വരുമ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് ഒരുങ്ങി വേണം വരാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അന്ന് പിറ്റേ ദിവസം ചെന്നപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ ഞാൻ ചെന്നു. ചെന്നപ്പം ഉച്ച വരെയുള്ള പ്രാർത്ഥന കഴിഞ്ഞേച്ച് അവിടുന്ന് ഫോൺ വന്നു. ഇന്ന് വരത്തില്ല ചെറുക്കൻ കാണാനായിട്ട്. പിന്നീട് വരാം. അത് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിനാകെ ഒരു വിഷമം പോലെ വന്നു. ഞാൻ ഇത്രയും ഒരുങ്ങിയൊക്കെ വന്നിട്ട് എന്താണ് അത് എനിക്ക് വിവാഹം ഇല്ലായിരിക്കാം എന്നാണ് ചിന്തിച്ചു. അങ്ങനെ ഞാൻ ദേവദാസനോട് പറഞ്ഞു, ഞാൻ ഒരുങ്ങിയൊക്കെ വരാൻ പറഞ്ഞിട്ട് എന്താണ് പിന്നെ ഇങ്ങനെ വന്നേന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, കുഴപ്പമില്ലടി, പിന്നീടാണേലും ഉണ്ടാകും, നീ ധൈര്യത്തോടെ ഇരിക്കും, പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 2 ആഴ്ചയുടെ പിന്നെയും പോയി കഴിഞ്ഞപ്പം ദേവദാസൻ ഇങ്ങനെ ആ ഉപവാസപ്രാർത്ഥന ലാസ്റ്റ് സമയമായി. ലാസ്റ്റ് ദിവസം ആയപ്പം ഒരു ഫോൺ, ഞാനും അങ്ങനെ അന്ന് അവിടെ ചെന്നു, പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പം ഫോൺ വന്നു. ഇന്ന് ഞങ്ങൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, പെണ്ണ് ചർച്ചിലോട്ട് വരണമെന്ന് പാഷ് പറയാൻ പറഞ്ഞു. അപ്പൊ പാഷ് പറഞ്ഞു, പെണ്ണ് ഇവിടെ ചർച്ചിലുണ്ട്, ഒരുങ്ങിയൊന്നും അല്ല വന്നേക്കുന്നേ എന്ന് അവരോട് പറഞ്ഞില്ല, പെണ്ണ് എന്റെ ചർച്ചിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എന്നോട് താഴെ വന്നേച്ച് പറഞ്ഞു, മോളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ അമ്മാമ്മയുടെ പേര് ഡെയ്സി എന്നാ, ഡെയ്സിയുടെ ഒരു ഡ്രസ്സ് വേഗം ചെന്ന് എടുത്തിട്ട് നല്ലപോലെ ഒരുങ്ങി നിൽക്ക്, ഇന്ന് ചെറുക്കൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ഒരുങ്ങിയല്ലേ പാഷേ വന്നേ, ഇന്ന് ഞാൻ ഈ ഡ്രസ്സില് ഈ സൗന്ദര്യത്തിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്ന ചെറുക്കനാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നെ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ പറഞ്ഞു, അനുസരിക്കത്തില്ല, നീ പറയുന്ന അനുസരിക്കും, ഞാൻ ദേവദാസനല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു, പക്ഷെ ഞാൻ അന്ന് ഒരുങ്ങിയാണ് വന്നേ, ഞാൻ ഇനി ഒരുങ്ങുന്നില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ എന്നെ കണ്ട് ഇഷ്ടപ്പെടുവാണെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവര് വന്നു. ഏകദേശം 12 മണിയായപ്പം വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ചായ ഒന്നും കൊണ്ട് കൊടുക്കണ്ട, ഡെയ്സി ചായ കൊണ്ട് കൊടുത്തോളും, നീ ജസ്റ്റ് ഞാൻ വിളിക്കുമ്പോ മാത്രം ഒന്ന് ഇറങ്ങി വന്നാ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു പെണ്ണിനെ കാണാൻ അവര് വിളിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, നീ ഇറങ്ങി വരാൻ എന്നോട് ദേവദാസൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്നു, കണ്ടു. അപ്പൊ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞ്, ചെറുക്കനും പെണ്ണിനും കൂടെ എന്തേലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് മുറിയിൽ ചെന്നു. മുറി ചെന്നിരുന്ന് ഇങ്ങനെ എന്നോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം ചോദിച്ചത് ഇപ്രകാരമാണ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പാഷന്മാരെ ഇഷ്ടമല്ല, ഞാൻ കർത്താവിന്റെ വേല ചെയ്യാനും തയ്യാറല്ല, എന്റെ ഉള്ളിനകത്തുണ്ടത്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഞാൻ സമർപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, എത്ര വർഷമായി? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, 3 വർഷമായെന്ന്. അങ്ങനെ പറഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പുള്ളിയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. വീട്ടുകാരെ, എന്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. ഇവാഞ്ചലിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് അവരൊറ്റയ്ക്ക്, ദേവദാസൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുകയാണ്. ഇന്നും അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുക. അപ്പൊ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ ഓക്കെ ആയി പോയി. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസൻ പോയി. അവര് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അവര് വിളിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞും വിളിച്ചില്ല. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പം അപ്പൊ എന്നോട് പറഞ്ഞു, നടക്കത്തില്ലടി, ഇനി ഈ വിവാഹം നടക്കത്തില്ല, അവര് വിളിച്ചില്ല, അവർക്ക് താല്പര്യമില്ലെന്നാ തോന്നുന്നേന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് അവര് വിളിച്ചേച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് മുൻപോട്ട് നടത്താനെന്നുള്ള ആഗ്രഹമുണ്ട്, മുൻപോട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇങ്ങനെ ദേവദാസൻ അവിടെ ഞങ്ങളുടെ താഴെ ഒരു കടയുണ്ട്, ആ കടയിലോട്ട് പാഷ് വിളിച്ചേച്ച് എന്റെ അനിയത്തിയോട് സംസാരിച്ചു. ഇതുപോലെ വിവാഹത്തിന്റെ കാര്യം അവര് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അനിയത്തി വീട്ടിൽ വന്നേച്ച് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്കിനി അവനെ വേണ്ട, എനിക്ക് ആ ചെറുക്കനെ ഇനിയും വേണ്ട, 10 ദിവസം വരെ നോക്കിയിരുന്നിട്ടാണോ അതിന് മറുപടി തരുന്നേ, അവനോട് വേറെ എവിടെയെങ്കിലും പെമ്പിള്ളാരുണ്ടെ പോയി അന്വേഷിക്കാൻ പറയാൻ പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കെ എന്റെ അനിയത്തി അന്നേരം ജോലിക്കായിട്ട് എന്റെ കൂടെ ഉണ്ട്, വന്നിട്ടുണ്ട്, 2ാമത് ഡൽഹിയിൽ വന്ന്. അപ്പൊ അനിയത്തി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ദേവദാസനോട് പറഞ്ഞു, ഇങ്ങനെയാണ് അവള് സംസാരിക്കുന്നത്, താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ദേവദാസൻ വീട്ടിൽ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് 5 പൈസ പോലും സ്ത്രീധനം കിട്ടത്തില്ല, പിന്നെ അങ്ങനെ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി നാട്ടിൽ പോയി. ആ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു ഇവരുടെ വീട്ടുകാരിൽ നിന്ന് വിവാഹം നടക്കുവാനായിട്ട്. കാര്യം അവരുടെ ആഗ്രഹം എന്റെ ഹസ്ബൻഡിനെ ഇവാഞ്ചലിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വിവാഹം കഴിക്കണമെന്നുള്ള താല്പര്യമായിരുന്നു. അതിനുള്ള പെമ്പിള്ളാരെയൊക്കെ അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്ന് അച്ചായൻ 2 ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ ദൈവവിളി അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളത്. അങ്ങനെ
നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ദൈവവിളി ഉണ്ടായിരുന്നു. അങ്ങനെ അത് തള്ളി തള്ളി മാറ്റിയൊക്കെ നിന്നുവെങ്കിലും മോൾ ഉണ്ടായി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഉള്ളിനകത്ത് പേടി വന്നു. ഇനി ഞാന് ഇങ്ങനെ പോയാൽ ഞാൻ എന്തെങ്കിലും രീതിയിലൂടെ മരണപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ രോഗിയായി തീരും. അങ്ങനെ ഒരു ശബ്ദം ഉള്ളിനകത്ത് കേൾക്കുവാനിടയായി. അങ്ങനെ മോൾ ഉണ്ടായി 3 മാസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജില് പഠിക്കാനായിട്ട് കടന്നു പോകുക, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോഴും എനിക്ക് ഉള്ളിനകത്ത് ഇല്ലല്ലോ ഇങ്ങനെ സമർപ്പണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെയല്ലേ വിളിച്ചത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, സമർപ്പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്, നമുക്ക് ഒന്നിച്ചു പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്ക് അതിനുള്ള സമർപ്പണവും ഇല്ല, പോയി പഠിച്ചോ, കർത്താവിന്റെ വേല ചെയ്തോ, ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒനിടാ ജോലിയുണ്ട്, നല്ല ശമ്പളവും ഉണ്ട്, ഒരു ധൈര്യമുണ്ട് എനിക്ക് ജീവിക്കാമെന്നുള്ളത്. അപ്പം പോകുന്നതിന്റെ അന്ന് രാവിലെ എന്നോട് പറഞ്ഞു, കൂടെ കയറി വരണമെങ്കിൽ കൂടെ കയറി പോരെ, നമുക്ക് ഒന്നിച്ചു പോകാം, പഠിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഒറ്റ വാക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നാട്ടിൽ കടന്നുപോയി പഠിച്ച് 3-ാമത്തെ വർഷം തീരുന്നതിന്റെ 6 മാസം മുമ്പേ നീ ചെയ്യുന്ന ജോലി നിന്റെ ജീവിതത്തിൽ നിന്ന് പോകും, നീ എന്നോടൊപ്പം 6 മാസമെങ്കിലും ബൈബിൾ കോളേജിൽ കടന്നു വന്ന് പഠിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, അതെന്താന്ന് വെച്ചാൽ അന്നേരം തീരുമാനിക്കാന്ന് പറഞ്ഞു. ദേവദാസൻ കടന്നുപോയി പെനിയൽ ബൈബിൾ കോളേജില് 3 വർഷം പഠിക്കുവാനിടയായി. കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ ആ ലാസ്റ്റ് 6 മാസമായപ്പോൾ എൻ്റെ കമ്പനിയിൽ നിന്ന് VRS ഇട്ടു. VRS എടുക്കേണ്ടവർക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ബോംബെയിലോട്ട് കമ്പനി പോവാണ്, അവിടെ പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് VRS എടുത്തോ, കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ VRS എടുത്തു, നാട്ടിൽ കടന്നുപോയി. 6 മാസം ദേവദാസനോടൊപ്പം ബൈബിൾ കോളേജിൽ പോയി. എങ്കിലും അങ്ങനെ പഠിച്ചൊന്നുമില്ല പക്ഷേ ബൈബിൾ കോളേജിൽ പോകും, വീട്ടിൽ തിരിച്ചു വരും, എന്തെങ്കിലും നോട്ട്സ് ഒക്കെ എഴുതും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ ഗ്രാജുവേഷനായി. ദേവദാസന ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങി വന്ന് കർത്തദാസൻ ആരാധിച്ചിരുന്ന ദൈവസഭയിൽ തന്നെ ഞങ്ങൾ മടങ്ങി വന്നു. അവിടുന്ന് ഞങ്ങളെ ദാസൻ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ലാജ്വന്തി ഗാർഡനില് തീഹാർ ജയിലിനടുത്ത് ആയിട്ട് ഒരു ചർച്ച് ഉണ്ട്, നിങ്ങളെ അവിടേക്ക് ഞാൻ അയക്കാം, അവരുടെ ഒരു പ്രവർത്തനത്തോട് ചേർന്നുള്ള ചർച്ചാണ്, അവിടേക്ക് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിച്ച് ഈ ഡൽഹിയിൽ ഇവിടെ കൊണ്ടാക്കി. ജനപുരിയിൽ തീഹാർ ജയിലിനടുത്തായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പം വന്നപ്പോൾ 3-4 വിശ്വാസികളെ ഉള്ളൂ, ഒന്നുമില്ല. അങ്ങനെ ദൈവദാസന്റെ അന്നേരം അല്പം ഏകദേശം 80,000-90,000 രൂപയോളം ബാങ്കിലുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം അങ്ങനെയൊക്കെ ഒരു വർഷം ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ കടന്നുപോയി. അപ്പം 2-ാമത്തെ മോളെ ഞാൻ ഗർഭിണിയായി. അങ്ങനെ ആയിട്ട് ആ മോളെ പ്രഗ്നന്റ് ആയ സമയം മുതൽ അപ്പം ആ പൈസയെല്ലാം ഞങ്ങളുടെ വാടക കൊടുത്തും ചെലവെടുത്തും ഒക്കെ അങ്ങനെ തീർന്നു. ആ പൈസ അങ്ങനെയൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞപ്പം ദേവദാസനോട് പറഞ്ഞു, ഞാൻ നിന്നെ ശൂന്യമാക്കിയിട്ട് നിന്നെ ഞാൻ പണിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിട്ട് ഈ പൈസയെല്ലാം കൈ തീർന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഒരു 5 പൈസയും ഇനി കയ്യിലില്ല, ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചെങ്കിലേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ പുറുപുറുക്കും, എന്നോട് ജോലി ഉണ്ടായിരുന്നു അതും കളഞ്ഞു, വേറെ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു, എന്നെ കൊല്ലാൻ ഇവിടെ കൊണ്ടുവന്നാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറുപുറുക്കുമായിരുന്നു ദേവദാസനോട്. അങ്ങനെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു, അപ്പൊ ഒന്നുമില്ല, മൂത്ത മോളുണ്ട്, 2-ാമത്തെ മോളെ ഗർഭിണി ആയിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പം എന്നോട് പറഞ്ഞു, ഒരു ദിവസം കാര്യം ചെയ്യ്, നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപവസിക്കാമെന്ന് കണ്ട് തീരുമാനമെടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഉപവസിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നപ്പം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, അങ്ങനെ 7 ദിവസം കഴിഞ്ഞു, 8-10 ദിവസമായിട്ടൊന്നുമില്ല, കഴിക്കാൻ ആഹാരമില്ല, കൊച്ചിന് കൊടുക്കാൻ പഞ്ഞിപ്പുല്ല് അരച്ച് ഞാൻ കൊടുക്കും, അങ്ങനെ കുഞ്ഞത് കഴിക്കത്തില്ല, കുഞ്ഞിനും കരച്ചില്, വെള്ളം കൊടുത്ത് അതിനെ വയർ നിറപ്പിക്കുന്നു. കർത്താവിന്റെ വേലയിൽ ഇവിടെ ആരോടും, അപ്പം കർത്താവിന്റെ വേലയ്ക്ക് വന്നപ്പം ഒരു കണ്ടീഷൻ എൻ്റെ അടുത്ത് വെച്ചിരുന്നു, ഒന്നുമില്ലെങ്കിലും ആരുടെ അടുത്ത് പറയാനോ കരങ്ങളെ നീട്ടുവാനോ
പാടില്ല, വീട്ടിലെ ഇല്ലായ്മ ആരും അറിയരുന്ന ഒരു കണ്ടീഷൻ എൻ്റെ അടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. ആരോടും പറഞ്ഞില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഓരോ ദിവസം ചോദിക്കും, കെരീത്ത് തോട്ടിലെ ഏലിയാവിന്റെ അടുത്ത് വന്ന കാക്ക വന്നില്ലല്ലോ, പോഷിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പിറുവിറുക്കും. അപ്പൊ എന്നോട് പറയും, പിറുവിറുക്കല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 13ാമത്തെ ദിവസം വരെ ആയപ്പം 14 ദിവസം തീരുമാനിച്ചാണ് ഇരുന്നത്. 13ാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് 13, നാളെ 14 ദിവസമാ, കാക്ക ഇതുവരെയും വന്നില്ല, അച്ചായന്റെ കാക്ക ഇതുവരെയും വന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പകല് പ്രാർത്ഥിച്ചിട്ട് അച്ചായൻ ഇങ്ങനെ നടക്കാൻ ഗലിയിലോട്ട് പോയപ്പം ഒരു ആന്റി സൈക്കിൾ റിക്ഷയില് താഴെ വന്ന് ഇങ്ങനെ നിന്നിട്ട് ബെല്ലടിച്ച് ഞാൻ ഇങ്ങനെ മോളില് നിൽക്കുകയാണ് ടെറസിന്റെ മണ്ടയില്. ബെല്ലടിച്ച് ഞാൻ നോക്കിയപ്പോ ആന്റി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ബെന്നിയുടെ വീടാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. എന്നാ താഴോട്ട് ഇറങ്ങി വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അത് പരിചയമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ വരുമ്പോ അങ്ങനെ ഇവിടുത്തുകാരുമായിട്ടൊന്നും. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് അച്ചായനും പോയി നടന്നിട്ട് വന്നിട്ട് കയറി വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, താഴെ ഒരു ആന്റി സൈക്കിൾ റിക്ഷയുമായിട്ട് നിൽക്കുന്നുണ്ടോ, ആന്റി ബെല്ലടിച്ച് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ചാനെ താഴെ ഇറക്കി വിട്ടപ്പോ ആ ആന്റി പറഞ്ഞു, പാസ്റ്റർ ബെന്നിയാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ സൈക്കിൾ റിക്ഷയിലെ സാധനങ്ങളെല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം മോളിലോട്ട് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചായൻ മോളിലോട്ട് ആ സാധനങ്ങളെല്ലാം 2ഉം 3ഉം പ്രാവശ്യമായിട്ട് എടുത്ത് ഈ ആന്റിയും കൂടെ കൂടി മോളിൽ ഞങ്ങളുടെ 3ാമത്തെ നിലയിൽ കൊണ്ടുവച്ചപ്പോ സന്ധ്യാസമയമായി. കൊണ്ടുവച്ച് കഴിഞ്ഞേച്ച് അപ്പൊ ഈ അച്ചായൻ ചോദിച്ചു, ആന്റിയെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, ഇതെങ്ങനെ ഈ സാധനമായിട്ട് ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. കർത്തദാസനെ, ഞാൻ ഇങ്ങനെ 2 ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എഴുതി എൻ്റെ അടുത്ത് കാണിക്കുകയാണ്, ഒരു ബോർഡിൽ എഴുതി കാണിക്കുന്ന പോലെ കാണിക്കുകയാണ്, പാസ്റ്റർ ബെന്നി MK, പാസ്റ്റർ ബെന്നി MK എന്ന് കാണിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസ്, ആ പുള്ളിക്കാരിക്ക് അറിയത്തില്ല ഇത് ആരാണെന്നോ എവിടുന്ന് വരുന്നതാണെന്നോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു അടുത്തുള്ള ഒരു സഹോദരി ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യം എന്നെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ദേവദാസനുമായിട്ട് പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ലാജ്വന്തിയിൽ താമസിക്കുന്ന ദേവദാസനാണ്, എനിക്കറിയാം അവരെ വീട്, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവരുമായിട്ടാണ് വന്നത്. അങ്ങനെ പറഞ്ഞ് ഇരുന്ന് ആ സാധനം എല്ലാം ഇറക്കി വെച്ചിട്ട് പറഞ്ഞു. അപ്പം കർത്താവിനോട് ആദ്യം ചോദിച്ചു, എന്താണ് അവരെ കുറിച്ച് എന്നെ കാണിക്കുന്ന വെച്ച് പറഞ്ഞു, അവർക്ക് ഇന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ കൊടുക്കണമെന്ന്. അങ്ങനെ ആ ആന്റി സാധനമായിട്ട് വീട്ടിൽ വന്നാണ്. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞേച്ച് 500 രൂപയും ആ സമയത്ത് എടുത്ത് ഞങ്ങളെ തന്നേച്ച് പറഞ്ഞു, കുഞ്ഞിന് പാല് വാങ്ങിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ദേവദാസി അവിടുന്ന് ഞങ്ങളുടെ നിന്ന് പോയി. ഞങ്ങൾ നോക്കിയപ്പം പക്ഷെ 2 മാസത്തോളം കഴിക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ആ ദേവദാസി ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അന്ന് എനിക്ക് വിശ്വാസം എൻ്റെ ഉള്ളിനകത്ത് ഉറച്ചു. ഹല്ലേലൂയ, കാക്കയും കൊണ്ട് കർത്താവ് പോറ്റും. ഞാൻ പറഞ്ഞു, അച്ചായന്റെ കാക്ക വിശ്വസ്തനായ കാക്ക തന്നെയാണ്, ഹല്ലേലൂയ, പോറ്റി പുലർത്താൻ കർത്താവ് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ എനിക്ക് വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി ഭാഷേ. അങ്ങനെയായി ഞാൻ 2ാമത് പ്രഗ്നന്റ് ആയി ഞാൻ. ഹല്ലേലൂയ, ആ ആദ്യ സമയം മുതൽ പക്ഷെ എനിക്ക് ഭയങ്കരമായ ശ്വാസം മുട്ടലും ചുമയാണ്. 1ാമത്തെ മാസം മുതലേ ഭയങ്കരമായ ചുമയും ശ്വാസം മുട്ടലും. അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി ആർക്കും രോഗം എന്താന്ന് കണ്ടുപിടിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ജനലെ തൂങ്ങിക്കിടച്ചിട്ട് ദേവദാസനോട് പറയാം, എന്റെ പുറത്തിടിക്കാൻ പറയാം, എങ്കിലേ എനിക്ക് ശ്വാസം വിടത്തുള്ളൂ. അപ്പൊ മോളെ ഗർഭിണിയാണെന്നൊന്നും അന്നേരം അറിയത്തില്ല. ഇപ്പൊ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പോയി ആർക്കും ആ രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ മോടെ സംഭവമാണേലും ഒരു വലിയ ഒരു ഇതാണ്, സ്റ്റോറിയാണ് പക്ഷേ. അങ്ങനെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു, ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞാണ്, ഇതിനെ ഇനി ഗർഭത്തിൽ വെക്കാൻ പാടില്ല, അതിനെ ഹല്ലേലൂയ കളയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ദേവദാസൻ, നമ്മൾ ദൈവമക്കളല്ലേ, അപ്പം ദേവദാസൻ എന്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ വെളിയിൽ ഇറക്കിയിട്ട് പറഞ്ഞു, വാ വേറെ ഡോക്ടറെ കാണാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഡോക്ടർമാരെ 2-3 ഡോക്ടർമാരെ കാണിച്ചു. പറഞ്ഞു, ഇങ്ങനെയാണ്, കുഞ്ഞിനെ വെക്കാൻ പാടില്ല, അംഗവൈകല്യമുണ്ട്, ഇതിനെ വളർത്തിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇത് അംഗവൈകല്യമായ ആകുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വീട്ടിൽ വന്ന എന്നോട് പറഞ്ഞു, ചെകിടനെയും മുടന്തനെയും എല്ലാം സൃഷ്ടിച്ചത് കർത്താവല്ലേ, എന്ത് തരത്തിലൂടെ കുഞ്ഞിനെ തന്നാലും നമ്മൾ അതിനെ വളർത്തിയെടുക്കാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്, നീയും ഇതിന് തയ്യാറായിക്കൊള്ളുക, നമുക്ക് വളർത്താം, നമുക്ക് ഇതിനെ കളയാൻ വചനപ്രകാരം അനുമതിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഉറപ്പും ധൈര്യവും നൽകി തന്നു.
അങ്ങനെ ഏകദേശം 7 മാസമായി പാസ്റ്ററെ. ഭയങ്കരമായ ചുമയും ശ്വാസം മുട്ടലും. അങ്ങനെ ഞാൻ അങ്ങ് വളരെ ക്ഷീണിച്ച് ശോഷിച്ച നിലയിലേക്കായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ ജീവിക്കത്തില്ല. ഞാൻ മരിച്ചു പോകുമെന്നുള്ളത് ഉള്ളിൽ എനിക്ക് വന്നു. ഞാൻ മരിക്കും, ഞാൻ ജീവിക്കത്തില്ല. അതേപോലെ എൻ്റെ അവസ്ഥയായി. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്നെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. വീട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, അവളെ വീട്ടിൽ കൊണ്ടുപോകണ്ട, ഞാൻ ഇവളുടെ പ്രസവം വീട്ടിലെടുത്തോളാം എന്ന്. പഴയ അമ്മച്ചിമാരല്ലേ, പറഞ്ഞു വീട്ടിലെടുത്തോളാം എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, അവിടെ വീട്ടിൽ തന്നെ കൊണ്ടുവിടാം, അവിടെ അവര് ഡെലിവറി എടുത്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ട് ചെന്നപ്പോഴേ എൻ്റെ അമ്മയ്ക്ക് ടിബിയുടെ അസുഖമായിരുന്നു, ടിബിയുടെ രോഗമായിരുന്നു. അപ്പൊ എൻ്റെ പപ്പ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇവക്ക് ടിബിയുടെ അസുഖമാണ്, അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവിടുന്ന് എന്നെ കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. അവിടെയാണ് ടിബിയുടെ അസുഖത്തിന്റെ മരുന്ന് തരുന്നത്. അവിടെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ സമയത്ത്, അപ്പൊ 8 മാസമായി, ഈ സമയത്ത് മരുന്ന് തരാൻ പാടില്ല, ഒക്കത്തില്ല, പൂർണ്ണ ഗർഭിണിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഡോക്ടറെ എന്താണേലും ചെയ്തല്ല പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു, ഇവിടെ ഭർത്താവിന്റെ സൈൻ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടേച്ച് ഡൽഹിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു, സഭയുള്ളത് കൊണ്ട്. അങ്ങനെ വിളിച്ചു ചോദിച്ചു. എൻ്റെ പപ്പായോട് പറഞ്ഞു സൈൻ ഇട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ സൈൻ ഇട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു, ഒന്നിൽ അമ്മയെ കിട്ടും, അല്ലെ മോളെ കിട്ടും. മരുന്ന് അതുപോലെ ഭയങ്കരമായി എഫക്ട് ചെയ്യുന്ന മരുന്നല്ലേ. അങ്ങനെ ആ മരുന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. 1 മാസം മരുന്ന് കഴിച്ചു. എനിക്ക് ഭയങ്കരമായ BP ഹൈ ആയിട്ട് 2-3 ദിവസം വയറിനകത്ത് മോള് മൂവ്മെന്റ് ചെയ്യാതെയായിട്ട് കിടന്ന്. ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം എനിക്ക് വളരെ അസ്വസ്ഥതയായിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിന്ന സംഭവം ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നെന്നെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തു, ചെക്കപ്പ് ഒക്കെ ചെയ്തേച്ച് പറഞ്ഞു, കുഞ്ഞു ഉള്ളിൽ മരിച്ചു കിടക്കുകയാണ്, 3 ദിവസമായെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, എങ്ങനെയും കുഞ്ഞിനെ വെളിയിൽ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് തന്നു. കുഞ്ഞിനെ ഡെലിവറി നടന്നു. ജീവനില്ലാത്ത കുഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ട് കുഞ്ഞ് വെറും 700 ഗ്രാമുള്ള ഒരു എലി പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ്, 2ാമത്തെ കുഞ്ഞിനെ എനിക്ക് ലഭിച്ചത്. അങ്ങനെ ആയിട്ട് പ്രസവം നടന്നു. അപ്പം മരിച്ചതാണ് കുഞ്ഞെന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഹല്ലേലൂയ നിങ്ങൾക്ക് തിരികെ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ എന്താന്നേലും ദൈവം ഹല്ലേലൂയ ആ കുഞ്ഞിനെ എനിക്കിന്ന് ദാനമായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് 3 വർഷം വരെ ഇത് ജീവിച്ചിരിക്കുള്ളൂ, കാര്യം ഇതിന് ആയുസ്സില്ല, ഇതിന് ആരോഗ്യമില്ല, അതേപോലത്തെ കണ്ടീഷനാണെന്ന് പറഞ്ഞു. 3 വർഷമാണ് ഇതിന്റെ ആയുസുള്ളൂ. അതുകൊണ്ട് ഇതിനെ അധികം കുളിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനു വേണ്ടി ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇതിന് ശ്വാസം നിന്ന് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ആ സാഹചര്യങ്ങളിൽ. അങ്ങനെ ആയിട്ട് 3 വർഷം കഴിഞ്ഞ് ഇന്ന് ഏകദേശം മോൾക്ക് 20 വയസ്സുണ്ട്. ആ 3 വർഷം ആയുസ് ഉള്ളെന്ന് പറഞ്ഞ് ഡോക്ടർ വിധി എഴുതി എൻ്റെ തന്നപ്പോഴും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ആ കുഞ്ഞിന് 3 വർഷമല്ല, ഇന്ന് ഏകദേശം 20 വയസ്സിലേക്ക് കടക്കുവാൻ എൻ്റെ മോളെ സഹായിച്ചു. നല്ല രീതിയിൽ പഠിക്കുവാനും +2 പഠനം കഴിഞ്ഞ് BSc നേഴ്സിങ്ങിന് കടന്നുപോയി പഠിക്കുവാനും ഇന്ന് എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ ബലത്തോടെ, ഇന്ന് എൻ്റെ കുഞ്ഞാണ് എനിക്ക് ഈ മൊബൈലിലെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നത്. അങ്ങനെ കർത്താവ് ആ മകളെയും എനിക്ക് ദാനമായിട്ട് തന്നു. അങ്ങനെ ഞങ്ങള് സന്തോഷത്തോടെ കർത്താവിന്റെ വേലയിൽ ആയിരുന്നു. അങ്ങനെ വേലയിലായിരുന്ന സമയത്തും കർത്താവിന്റെ ദാസൻ അങ്ങനെ അത് കഴിഞ്ഞ് സുവിശേഷ വിരോധികള് 2009 ഡിസംബർ 22-ാം തീയതി ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് പോയപ്പോൾ 16 പേര് സുവിശേഷ വിരോധികൾ കൂടി എൻ്റെ പ്രിയപ്പെട്ടവനെ അടിച്ച് മരിച്ചെന്ന് പറഞ്ഞ് അവര് തള്ളിയിട്ടിട്ട് പോയി, കളഞ്ഞേച്ചു പോയി. ആ സാഹചര്യത്തിൽ ഇവിടെ നജവ്ഗഡിന്റെ പ്രദേശത്ത് ആ സാഹചര്യത്തിലാണ് കർത്താവ് അവിടുന്ന് ദൈവദാസനെ അവിടെയുള്ളവരെല്ലാം കൂടെ കൊണ്ടുവന്ന് എനിക്ക് ഭവനത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഏകദേശം 9 മാസത്തോളം ബെഡിൽ കിടക്കുവാനും അന്ന് ആ 2009 ശരീരത്തിന് ക്ഷതമേറ്റത് ഇന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആ ക്ഷതം ഉണ്ട്. പക്ഷേ തണുപ്പ് സമയത്തും ഒരു മഗ് വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ ഭാരം എടുക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു. എന്നാലും ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ വേലയിൽ ഇന്നും ഓടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം, അതിനൊരു ദർശനമൊക്കെ കർത്താവ് ഞങ്ങളെ കാണിച്ചതായിരുന്നു. ആ ഉണ്ടാകുന്നതിന്റെ 1 മാസം മുമ്പേ എനിക്കൊരു ദർശനം കർത്താവ് ഇങ്ങനെ കാണിച്ചു. എന്നെ ഒരു മുറിയിലേക്ക്, ഒരു തിളങ്ങുന്ന ഒരു മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ അനേകം സ്റ്റീലിന്റെ പാത്രങ്ങൾ, പ്ലേറ്റുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ആ നിരത്തി വെച്ചിരിക്കുന്ന പ്ലേറ്റുകൾക്ക് മുഴുവനും നല്ല ഭയങ്കരമായ തിളക്കമാണ് ആ മുറിക്കുള്ളിൽ. അങ്ങനെ ആ പ്ലേറ്റുകളിൽ മുഴുവനും
ഫ്രൂട്ട്സുകൾ നിരത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, ഒരാൾ എന്നെ കൈ പിടിച്ച് എന്നെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഇന്ന് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഏറ്റവും ചെറിയ ഒരു പൈനാപ്പിൾ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചേച്ച് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തു, എനിക്കിത് മതിയെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ ഇത് മതിയോ, ഈ ചെറുത്, ഞാൻ ഇത്രയും ഫ്രൂട്ട് വെച്ചിട്ട് എന്താണ് നീ അതിനകത്ത് ഇന്ന് നല്ലത് എടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് മതി. എത്രയോ അനാഥ കുഞ്ഞുങ്ങള്, ഭക്ഷണമില്ലാത്തവര് നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് അവർക്ക് നമുക്കിത് കൊടുക്കാമെന്ന് ഞാൻ ഇങ്ങനെ ഒരു മറുപടി ആ വ്യക്തിയോട് പറയാനായിട്ട് ഇടയായി. അപ്പൊ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ഇത് ഞാൻ അങ്ങനെ കൊടുക്കുവാനല്ല, എന്റെ സന്നിധിയിൽ പീഡനം അനുഭവിച്ചു വരുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന ഫ്രൂട്ടാണ് ഇതെന്ന് എന്നോട് പറയാനിടയായി. ഞാൻ അതിങ്ങനെ മനസ്സിൽ വെച്ചു. ദൈവദാസനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ദൈവദാസനും വേറൊരു ദൈവദാസൻ മുഖാന്തരം ഇങ്ങനെ ആലോചന കൊടുത്ത്, ഇങ്ങനെ നിന്റെ അരയിൽ 6 ഇഞ്ച് കനത്തിലുള്ള ബെൽറ്റ് ഇടും, നിന്റെ ശരീരത്തിൽ 3 ബെൽറ്റ് ധരിക്കുന്നതായിട്ട് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ പക്ഷെ അത്രയും ഒന്നും കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ സുവിശേഷ വിരോധികൾ ഇങ്ങനെ പീഡനം ഇദ്ദേഹത്തിലൂടെ അനുഭവിക്കുന്നത്. അങ്ങനെ പക്ഷെ കണ്ട ആ ഫ്രൂട്ട് മുഴുവനും ഈ ദേവദാസൻ ഈ വിരോധികളാൽ പീഡിപ്പിക്കേണ്ട സമയത്ത് എന്റെ ഭവനത്തിനകത്ത് വരുവാനായിട്ട് ഇടയായി. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇത് എന്റെ പീഡനം അനുഭവിച്ച് എന്റെ സന്നിധിയിൽ വരുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞത് സത്യമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ട ഫ്രൂട്ട്സ് മുഴുവനും എന്റെ വീട്ടിൽ വരുവാനിടയായി. പക്ഷേ അതുപോലെ ആ ദേവദാസൻ ആലോചന അറിയിച്ചതുപോലെ തന്നെ കർത്താവിന്റെ ദാസനും അങ്ങനെ തന്നെ ബെൽറ്റ് ശരീരത്തിൽ ധരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇപ്പോഴും ആ വേദനയും നടുവിന്റെ പ്രയാസങ്ങള് അതൊക്കെ ഭയങ്കരമായ സാക്ഷ്യമാണ്. പക്ഷേ കർത്താവിന്റെ ദാസനിലൂടെ സാക്ഷ്യം ഒരുപാടുണ്ട്, ദേവദാസനിലും സാക്ഷ്യം ഒരുപാടുണ്ട്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കടന്നുപോയ സമയത്താണ് കർത്താവിന്റെ ദാസന് ഒരു ഡെങ്കു പനി പിടിപെടുവാനായിട്ട് ഇടയായി. അങ്ങനെ കേരളത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അങ്ങനെ പോയി അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം ഡെങ്കിപ്പനിയായി. അതിന് മുമ്പേ മൂത്ത മോൾക്ക് ഇവിടെ ഡെങ്കിപ്പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡിസ്ചാർജ് ആക്കിയതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു, ഡെങ്കിപ്പനിയായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ അവിടുന്ന് ആ പനി കൂടി പ്ലേറ്റ്ലേറ്റ് ഏകദേശം 10,000-ഓളം ആയപ്പം അവിടെ അവര് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, ഇത് കുറയുവാണ്, രക്ഷപ്പെടത്തില്ല ആളെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. അവിടെ ചെന്നു 8,000-ൽ വന്നപ്പോഴത്തേനും കംപ്ലീറ്റ് മരിച്ചു എന്നുള്ള വാർത്തയാണ് പിന്നീട് മുഴുവൻ മൊബൈലിലും പരക്കുന്നത്. അങ്ങനെ പരന്നു. എൻ്റെ അടുത്ത്, ഞാനും മക്കളും ഇവിടെയാണ്, ഡൽഹിയിലാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, ഫോൺ വന്നു, ബെന്നി മരിച്ചുപോയി, എത്രയും വേഗം നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ അയച്ച കർത്തദാസിന്റെ ഭവനത്തിൽ ഫോൺ ചെയ്യുന്നു, എൻ്റെ സഹോദരങ്ങളുടെ ഫോൺ ചെയ്യുന്നു, എന്നെയും കുഞ്ഞുങ്ങളെയും കാണാൻ. പുള്ളിക്കാരോട് ആരെയും കാണണോ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്നും ആരെയും കാണാൻ ആഗ്രഹമില്ല. ഞാൻ ചെയ്യേണ്ടതെല്ലാം ക്രമമായിട്ട് ചന്തമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ ദൈവത്തിന്റെ രാജ്യത്തിൽ ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല, ഒരു തടസ്സവും ഇല്ല എന്നിങ്ങനെ പറയാനായിട്ട് ഇടയായി. അങ്ങനെ ആൾക്കാർ വന്നു, എന്നോട് പറഞ്ഞു നാട്ടിലേക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ? പറഞ്ഞു ഇതുപോലൊരു വാർത്തയാണ് കേട്ടത്, നാട്ടിൽ പോകണം എത്രയും വേഗം. ഞാൻ പറഞ്ഞു കർത്തദാസനെ, എങ്ങനെ ബെന്നിപ്പാഷ് ഇവിടുന്ന് പോയോ അങ്ങനെ തന്നെ തിരികെ ഇവിടേക്ക് മടങ്ങി വരും. അതിനു മുമ്പേ അതിലും ദർശനം എനിക്ക് കർത്താവ് തന്നു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിച്ച് സുഖമില്ലായിരിക്കുകയല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വെളുപ്പിനെ 4 മണിയായപ്പോ ഞാൻ ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞു കിടക്കുന്ന സമയത്ത് എന്റെ തോളിൽ വന്ന് ഇങ്ങനെ ഒരു ആള് തട്ടിയേച്ച് എന്നോട് പറഞ്ഞു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാനം നിന്നോട് കൂടെയുണ്ടെന്നുള്ള യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യം എന്നിങ്ങനെ തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കണ്ടപ്പം കണ്ടു കഴിഞ്ഞ ഉടനെ ഒരു ഡെഡ് ബോഡിയാണ് എന്റെ മുൻപിൽ കിടക്കുന്നത്. ഇങ്ങനെ വെള്ളവസ്ത്രം ധരിച്ച് ഒരു ഡെഡ് ബോഡി, ഇങ്ങനെ എന്റെ ഹസ്ബൻഡിനെ തന്നെയാണ് ഞാൻ കാണുന്നത്, ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഞാൻ പെട്ടെന്ന് എണ്ണിച്ചിട്ട് ഞാൻ ഓടി ചെന്ന് മക്കളുടെ അടുത്ത് 2 പേരെയും എണ്ണിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, എളുപ്പമായിട്ട് പ്രാർത്ഥിക്കാം എന്ന് കുഞ്ഞുങ്ങളെ 2 പേരെ ഇരുന്ന് ഞാൻ പറഞ്ഞു, ശാന്തമായിരിക്കണം, നമ്മുടെ പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, ഇനി നമുക്ക് പപ്പയില്ല, അതുകൊണ്ട് പപ്പ ചെയ്തു വെച്ച വേല നമുക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് ധൈര്യത്തോടിരിക്കണം, ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പം മൂത്ത മോൾ ഉടനെ പറഞ്ഞു, മമ്മി പപ്പയുടെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തീർന്നിട്ടില്ല, തുടക്കമായിട്ടേ ഉള്ളൂ, ഇനിയും പപ്പയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പപ്പയെ ഇപ്പോഴേ കർത്താവ് വിളിക്കത്തില്ലെന്ന് എൻ്റെ മൂത്ത മോള് പറയുവാനായിട്ട്. അന്നേരം 9-ൽ പഠിക്കുകയാണ് എൻ്റെ മൂത്ത മോൾ. ഇങ്ങനെ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം സൺഡേ ആണ്. അപ്പൊ എന്റെ സഭയിൽ ആർക്കും ഈ സംഭവം അറിയത്തില്ല. ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളോടും പറഞ്ഞു, ചർച്ചില് ആരാധന മുടക്കാൻ പാടില്ല. നമുക്ക് ആരാധന നടത്തണം. അതിൽ ചർച്ചിൽ ആരോട് ഈ വിഷയങ്ങളൊന്നും ഷെയർ ചെയ്യരുത്. ആരാധന കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആരാധന കഴിഞ്ഞതിന് ശേഷം വിഷയം ഷെയർ ചെയ്തു. എല്ലാവരും ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. അങ്ങനെ ദേവദാസന്മാര് ഭവനത്തിൽ വരുവാനിടയായി. ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അവര് മടങ്ങിപ്പോയി. ഞാൻ ആലയത്തിനകത്ത് കയറിയിരുന്നു. കുഞ്ഞുങ്ങളെ മുറിയിലോട്ട് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞു. ഞാൻ ആലയത്തിൽ മുട്ടുമടക്കി ഇരുന്ന് 2:30 മണി മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ന് അങ്ങനെ ഇവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവൻ നാട്ടിലേക്ക് പോയോ, അതേപോലെ തന്നെ മടങ്ങി ഡൽഹിയുടെ പട്ടണത്തിനകത്ത് വരണം. കർത്താവിന്റെ വേല ചെയ്യണം. മറ്റുള്ള മുമ്പിൽ നിന്ദിക്കരുത്, അപമാനിക്കരുതേ അപ്പച്ച, പിശാചിനിടം കൊടുക്കരുതേ എന്ന് പറഞ്ഞ് കരം ഉയരത്തിലേക്ക് ഉയർത്തി മുട്ടയിൽ നിന്നുകൊണ്ട് ഞാൻ 2:30 മുതൽ 6 മണി വരെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു കണ്ടീഷൻ വെച്ചു. ഇന്ന് വൈകിട്ട് 6 മണിയാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് സംസാരിക്കണം എന്നുള്ള കണ്ടീഷനും വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ ആ ഒരേ നിപ്പ് ഞാൻ നിന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ 6 മണിക്ക് എനിക്ക് ഫോൺ കോൾ വരുന്നിടം വരെ ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ നാവ് കുഴഞ്ഞ് എന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായി. മരിച്ചുപോയി എന്ന് പറഞ്ഞ് അനേകർക്ക് മെസ്സേജും ഫോൺ കോളും വന്ന സ്ഥാപനത്ത് എന്റെ പ്രിയപ്പെട്ടവനെ കർത്താവ് മടക്കി തരുവാനായിട്ട് ഇടയായി. ഇന്നും കർത്താവിന്റെ അല്ലെങ്കിൽ ദാസൻ കർത്താവിന്റെ വേലയോടൊപ്പം ഞങ്ങൾ കുടുംബമായിട്ട് ഡൽഹിയുടെ പട്ടണത്തില് തീഹാർ ജയിലിനടുത്തായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് അല്ലലിയ ഒരു സഭയുണ്ട്. ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ദൈവസഭയായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും ഒരു സംഘടനയുടെ അണ്ടറിലാണ്. ഇന്നും കർത്താവ് അല്ലലിയ നല്ലതുപോലെ ഒന്നിനും കുഴപ്പമില്ലാതെ കർത്തദാസിനെ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിൽ വിട്ടേച്ചു പോകുന്ന കർത്താവല്ല. ഹല്ലേലൂയ. നമ്മുടെ ബന്ധുക്കൾ നമ്മളെ തള്ളിക്കളഞ്ഞാലും പ്രിയപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിച്ചാലും ഹല്ലേലൂയ, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതെന്റെ ജീവിതത്തിലും എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും അനുഭവിച്ചറിയുവാനായിട്ട് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനും കുറവില്ലാതെ ഹല്ലേലൂയ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്നും ഒന്നിനും മക്കളെ പഠിപ്പിക്കുവാനായിട്ട് ബിടെക് മോളെ പഠിപ്പിക്കുവാൻ കർത്താവ് വഴിയൊരുക്കി. അതുപോലെ MBA പഠിക്കാൻ മോള് തന്നെത്താന് ജോലി ചെയ്ത് പഠിക്കുകയായിരുന്നു. MBAയുടെ പഠനം. രണ്ടാമത്തെ കുഞ്ഞിനെ പഠിപ്പിക്കുവാൻ ഇതുവരെയും ഒരു കുഴപ്പം കൂടാതെ പഠിപ്പിക്കുവാനായിട്ടും കർത്താവ് സഹായിച്ചു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതവും നല്ലൊരു സഭയും കർത്താവ് തന്ന് ഇന്ന് വരെ ഞങ്ങളെ നടത്തിയിരിക്കുന്ന വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് ഹല്ലേലൂയ കർത്താവ് ഉപേക്ഷിച്ചോ, എന്നെ എന്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചോ, എന്റെ പ്രിയപ്പെട്ടവർ എന്നെ തള്ളിക്കളഞ്ഞോ, എനിക്ക് ആരുമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ആരുടെയെങ്കിലും ഉള്ളിൽ ഭരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ വചനം പറയുന്നത് പോലെ എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാതിന് മുമ്പേ എന്നെ കർത്താവ് കണ്ടതുകൊണ്ട് മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാതെ അവിടെ ഒരു ഹിന്ദു സ്ത്രീയെ അയച്ച് കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്നും അനേകരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങള് ഹല്ലേലൂയ ഉണ്ട്, കേൾക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. കർത്താവ് അന്ത്യം വരെയും പുലർത്തുവാനും ശക്തനാണ്. നമ്മൾ വിശ്വസ്തയോടും വിശ്വാസത്തോടും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിൽ വേരുറച്ചുകൊണ്ട് അന്ത്യം വരെയും നമുക്ക് നിൽക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ സമയം തന്ന കർത്തദാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ ആരോമ പ്രേക്ഷകർക്കും ഹല്ലേലൂയ എന്റെ ദൈവിക സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ സാക്ഷിയിൽ നിന്നും വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. കർത്താവിന്റെ കൃപ ഇതുപോലെ ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പലകാലം കർത്താവെ ആരോമ TV-യിലുള്ള കർത്താവിന്റെ ദാസിനെയും എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ കർത്താവ് അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ. കർത്താവെ അപ്പ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. അനേകർക്ക് കർത്താവെ മരണത്തിൻ്റെതായ വക്കിലേക്ക് കടന്നുപോയവരെ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് അവരെ ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടും ദുഃഖത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കൃപ കൂടെ ഇരിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ.
താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അന്നമ്മ ബെന്നി. വളരെ ഹൃദയസ്പർശിയായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ദാസിക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സംഭവബഹുലമായ ഒരു സാക്ഷ്യം. കേരളത്തിലെങ്ങുമല്ല, ഇന്ത്യയുടെ അങ്ങ് വടക്കേ അറ്റത്ത് ഡൽഹിയിൽ അവിടെ താമസിച്ചുകൊണ്ട് പരാജയത്തിന് അടിയറവ് വയ്ക്കാതെ അതിനെ ചവിട്ടുപടികളാക്കി വിജയത്തിൻ്റെ ഏറ്റവും ആ ഉത്തുംഗ സോപാനത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഉയർന്ന ആ കൊടുമുടിയിൽ എത്തി നിന്നുകൊണ്ട് ആ വിജയത്തിൻ്റെ പതാക ഉയർത്തിക്കാണിക്കുവാൻ ഈ സാക്ഷ്യത്തിലുടനീളം കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തു എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. വലിയ രീതിയിലൊന്നും മാതാപിതാക്കന്മാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ, അന്നത്തെ ജീവിത സാഹചര്യത്തിൽ അവര് അത്യാവശ്യം 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ഒരു ക്രമീകരണമൊക്കെ അവർ ചെയ്തു തന്നു. തുടർന്ന് പഠിപ്പിക്കാൻ അവരെ കൊണ്ട് ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞില്ല. അന്നത്തെ കാലം അങ്ങനെയാണ്. 10 വരെ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. 10ാം ക്ലാസ് ആണ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ 11ഉം 12ഉം +2 ഡിഗ്രിയൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സാമ്പത്തിക ചുറ്റുപാടുള്ളവരും സൗകര്യമുള്ളവരും ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്ന് മാത്രം. 10ാം ക്ലാസ് വരെ ആ മാതാപിതാക്കന്മാര് പഠിപ്പിച്ചു. അതിനുശേഷം പിന്നീട് ആ ജീവിതം എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ സങ്കീർണമായ ചില സംഭവങ്ങളാണ് ജീവിതത്തിൽ നടന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു സാഹചര്യം. ഇന്നൊക്കെ ആണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ അത് നിറഞ്ഞ് വലിയ വിവാദമായി മാറിയനെയായിരുന്നു. എന്തുകൊണ്ടോ ആ കുടുംബം, ഒരു മലയാളി കുടുംബം ഒരിക്കലും ഒരു മലയാളി പെൺകുട്ടിയെ ആ ഇരുട്ടത്ത് അർദ്ധരാത്രിയിൽ വെളുപ്പിനെ വഴിയിലിറക്കി വിട്ട് ആ സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മനുഷ്യത്വത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ് ആ പ്രിയപ്പെട്ടവര് ചെയ്തത്. കൊണ്ടുപോയത് തന്നെ ഒരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാണ്. പക്ഷെ അതവർ ചെയ്തില്ല. പകരം അവരുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുവേലക്കാരിയായുടെ സ്ഥാനത്ത് നിർത്തി വർഷങ്ങൾ തള്ളി നീക്കി. അതിനുശേഷം വീട്ടിലാക്കിയേച്ച് പോയപ്പോൾ അവരുടെ പിതാവ് വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു പ്രതിഫലവും തരാതെ, ഒരു സഹായവും ചെയ്യാതെ, ഒരു കരുണയും ഇല്ലാതെ, ഒരു ദയയും കാണിക്കാതെ. എന്തൊരു ക്രൂരതയാണ് അവർ കാണിച്ചത്. ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം അർദ്ധരാത്രിയിൽ വഴിയിലിറക്കി വിട്ടു. പിന്നീട് എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും? ഞാൻ ആ സംഭവം ഓർക്കുകയായിരുന്നു. ഒരു ഘട്ടത്തില് അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഹാഗാറിനെ ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് കുഞ്ഞുമായിട്ട് വഴിയിലിറക്കി വിട്ടു. പോയി. പിന്നീട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ അത്രയും കാലം അവൾ അവിടെ ജീവിച്ചു. അവൾക്ക് കിട്ടിയത് ഒരു തുരുത്തി വെള്ളവും അപ്പക്കഷ്ണങ്ങളും മാത്രമാണ്. അതുകൊണ്ട് അവള് അവിടെ നിന്ന് ആ കുഞ്ഞുമായിട്ട് പുറത്തു പോയിട്ട് വന്നു. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പക്ഷെ അതങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നു. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ അതേപോലെ സമാനമായ ഒരു സാഹചര്യത്തിലൂടെ വഴിയിലിറക്കി വിട്ടു. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ദൈവീയ പദ്ധതി ഉണ്ടായിരുന്നു. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ പിന്നിൽ ഒരു ദൈവീയ പ്രവൃത്തി ഉണ്ടായിരുന്നു. നമുക്കത് അന്നേരം മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്ന് മാത്രം. തക്ക സമയമായപ്പോൾ മരണം കാത്തു നിൽക്കുമ്പോൾ അവിടെ ദൈവം അയച്ചിട്ട് ഒരു വാത്സല്യ സഹോദരി
നല്ല ശമരിയാക്കാരനെ പോലെ ദൈവം അവിടേക്ക് അയച്ചു. നല്ല ശമരിയാക്കാരനെ പോലെ ദൈവം അവിടേക്ക് അയച്ചു എന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ സഹോദരിയുടെ ഭവനത്തിൽ ചേർത്ത്, ആ സഹോദരി വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്ത്, ആ സഹോദരി ആരെന്നോ എന്തെന്നോ യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. കർത്താവിനോടൊപ്പം അവിടെ പാർത്ത ആ നാളുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയും. ദൈവം അവിടെ ഒരു വഴി തുറക്കുകയായിരുന്നു. ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ അത് വളരെ ശക്തമായ പ്രതികൂലമായ കാറ്റുകളാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും അത് അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ നമുക്ക് വേണ്ടി തുറക്കുന്നതിന് വേണ്ടിയുള്ള കാറ്റാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. ഹനനിയ, വസ്രിയിൽ, മീശായിൽ, എബ്രായ ബാലന്മാർക്ക് ആ തീച്ചൂളയുടെ അനുഭവം അവർക്ക് വന്നതുകൊണ്ട് പിന്നത്തേതിൽ ആ ദേശത്ത് വലിയൊരു വിടുതലുണ്ടായി. ഒരു സിംഹക്കുഴിയുടെ അനുഭവം അവർക്ക് ഉണ്ടായതുകൊണ്ട് പിന്നത്തേതിൽ ആ ദേശത്ത് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഒരു പൊട്ടക്കിണറിന്റെയും കാരാഗ്രഹത്തിന്റെയും പൊത്തിഫേറിന്റെയും അനുഭവം ഉണ്ടായതുകൊണ്ട് പിന്നത്തേതിൽ വലിയ ദൈവപ്രവൃത്തി ജോസഫ് മുഖാന്തരം മിസ്രൈമി പട്ടണത്തിലെ ദൈവം അയക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ അന്നും ഇന്നും ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ മാനുഷികമായ യാതൊരു പരിഗണനയും കാണിക്കാതെ മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. എനിവേ, ആ സംഭവം വിട്ടല്ലോ. ദൈവം അത്ഭുതകരമായി അതിൽ നിന്ന് വിടുവിച്ചു. പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, പരാജയങ്ങൾക്കും വെല്ലുവിളികൾക്കും ഏൽപ്പിച്ചു കൊടുക്കാതെ, ആ പട്ടണത്തിൽ തന്നെ നിന്ദിച്ചവരുടെ മുൻപാകെ ഒരഭിമാന വിഷയമായി പരാജയത്തിന് അടിയറവ് വയ്ക്കാതെ ആത്മഹത്യക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം അവിടെയൊക്കെ സൂക്ഷിച്ചു പരിപാലിച്ചു. പ്രിയ അനമസിന്റെ ആ ദൃഢനിശ്ചയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ സിസ്റ്റിനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എടുത്ത നല്ല തീരുമാനങ്ങൾ, നല്ല ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തത്. അതുകൊണ്ട് ആ തീരുമാനങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ, അടിയുറച്ച നിലയിൽ അടിസ്ഥാനമിട്ട നല്ലൊരു ഭവനം പണിതെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയും ആ ഡൽഹി പട്ടണത്തില് തിഹാർ ജയിലിനടുത്ത് ദൈവം ഒരുക്കി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ദയയാണ്. മനുഷ്യൻ ഒരു കണ്ണിന് ദയയും ഇല്ലാത്ത അനുഭവത്തിലൂടെ നമ്മളെ തള്ളിവിടുമ്പോൾ നമ്മുടെ മേൽ ദയ ദീർഘമാക്കി, കരുണ ദീർഘമാക്കി, കർത്താവിന്റെ വിശ്വസ്തത നമുക്ക് തന്ന് കർത്താവിന്റെ കരം പിടിച്ച് നമ്മെ നടത്തുന്ന ആ അത്ഭുത വിധങ്ങൾ, എത്ര വിശ്വസ്തത, എത്ര വലിയ കാര്യമാണ് എന്ന് പ്രിയ അനമസിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ വിളിച്ചു പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസ്യ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി 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 അവിടെയുള്ളതായ സുവിശേഷ വിരോധികളുടെ പീഡനവും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നെങ്കിൽ പോലും അതിന്റെ നടുവിലും അതും അനുഗ്രഹമാക്കി തീർത്ത് കർത്താവ് നിർത്തിയിരിക്കുന്നല്ലോ. കർത്താവിന്റെ ദാസിയെ, കർത്താവിന്റെ ദാസനെ, കുഞ്ഞുങ്ങളെ ദൈവം സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം പിന്നെയും അവിടെ ഉപയോഗിക്കട്ടെ, നിലനിർത്തട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ വിലപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്നതിന് കർത്തദാസിയുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്തോത്രം. നമ്മുടെ സമസൃഷ്ടങ്ങൾ സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എത്ര പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒന്ന് തല ഉയർത്തി നോക്കൂ. ഇങ്ങനെയുള്ള എത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റും ഇന്നും നമുക്ക് കാണാൻ, കേൾക്കാം. ചതിക്കപ്പെടുകയാ സ്വന്തം സഹോദരങ്ങളാൽ, നമ്മുടെ സമസൃഷ്ടങ്ങളാൽ, നമ്മുടെ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവരാൽ. എത്രയോ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, സഹോദരങ്ങൾ ചതിക്കപ്പെടുന്നു, വലയ്ക്കപ്പെടുന്നു. ഇവിടെ നിന്ന് അവരെ വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ്
അവരെ കൊണ്ടുപോയി ഏതെല്ലാം വിധങ്ങളിലാണ് അവരെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് എതിരായി പോരാടുവാൻ, അങ്ങനെയുള്ളവരെ തക്ക സമയത്ത് രക്ഷിക്കുവാൻ പല പ്രിയപ്പെട്ടവരെയും ദൈവം ഈ കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ദേശത്തെ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കണം. മാതാപിതാക്കന്മാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സമ്മതിക്കുന്നത്. എന്നാൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം. ഏത് പട്ടിണിയിലും ഏത് സാഹചര്യമായിരുന്നാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ഒരിക്കലും മറ്റൊരാളുടെ ഇഷ്ടത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പറ്റുമെങ്കിൽ അവരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് അവരെ ജീവിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് നമ്മുടെ സമൂഹം അതിന് ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അതിനു വേണ്ടി ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും ബലവും ഉൾക്കരുത്തും പകരുവാൻ തക്കവണ്ണം അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും അതിജീവിക്കട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അവരതിജീവിക്കട്ടെ. കർത്താവ് അവരെ വിടുവിക്കുന്ന വിധങ്ങൾ അവർ കേൾക്കട്ടെ. ദൈവം ഏതെല്ലാം നിലകളിലൂടെ ആരെയെല്ലാമാണ് ഈ നിലകളിൽ ആമേൻ വിടുതൽ കൊടുത്ത് പുറത്തു കൊണ്ടുവരുന്നത്. അനേക കുടുംബങ്ങൾ ഇന്നും രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാത്സല്യ സഹോദരിയെയും കുടുംബത്തെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും അറിയുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും കൂട്ടായ്മയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.